Hi all, welcome to once. നമ്മൾ ഈ സെഷനിൽ കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി S4 സെമ്മിൽ ജിയോടെക്നിക്കൽ എഞ്ചിനീയറിംഗ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ സൊല്യൂഷൻ പ്രോഗ്രാമാണ് അല്ലേ. യൂണിവേഴ്സിറ്റി എക്സാമിൻ്റെ സൊല്യൂഷൻ പ്രോഗ്രാമാണ്. ആൻഡ് മൊഡ്യൂൾ 1 ആൻഡ് മൊഡ്യൂൾ 2 നമ്മൾ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. നമുക്കറിയാം എല്ലാ മൊഡ്യൂളും 3 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻസും 14 മാർക്കിൻ്റെ ഓപ്ഷണൽ ആയിട്ടുള്ള 2 ക്വസ്റ്റ്യൻസും ഉണ്ട്. ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി അല്ലേ. നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ എല്ലാ ക്വസ്റ്റ്യനും ചെയ്തേ പറ്റൂ. ഓക്കെ, യെസ്. സോ മൊഡ്യൂൾ 3ലെ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നോക്കിയേ. എക്സ്പ്ലെയിൻ ടോട്ടൽ സ്ട്രെസ്, എഫക്റ്റീവ് സ്ട്രെസ് ആൻഡ് ന്യൂട്രൽ സ്ട്രെസ് ആണ്. ദാറ്റ് ഈസ് എ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എന്താണ് എഫക്റ്റീവ്, ടോട്ടൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ യെസ് നമുക്ക് കാര്യങ്ങൾ അറിയാം അല്ലേ. യു ക്യാൻ സീ ഹിയർ എന്താണ് എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ നോക്കിയേ. യെസ്, നമ്മൾ സോയിലിനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ. സോ ലെറ്റ്സ് സേ ഇതാണ് നമ്മുടെ ഗ്രൗണ്ട് ലെവൽ. ഓക്കെ, ആൻഡ് വി ആർ ടോക്കിംഗ് അബൌട്ട് എ സ്ട്രെസ് അല്ലെങ്കിൽ ടോട്ടൽ സ്ട്രെസ് അല്ലേ. ഇതിൻ്റെ മുകളിൽ ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. ലെറ്റ്സ് സേ W എന്ന് പറയുന്ന ലോഡാണ് ആക്ട് ചെയ്യുന്നത്. ഓർ നമുക്ക് എന്ത് പറയാം, വി ആർ ടോക്കിംഗ് അബൌട്ട് എ സോയിൽ അറ്റ് സർട്ടൺ ഡെപ്ത് ആണ്. Z എന്ന് പറയുന്ന ഡെപ്തിലാണ് നമ്മൾ കാര്യങ്ങൾ പറയുന്നത്. ഓക്കെ, സോ വി ആർ ടോക്കിംഗ് അബൌട്ട് അറ്റ് ദിസ് ലെവലാണ്. ലെറ്റ്സ് സേ ലെവൽ 1-1 കാര്യങ്ങൾ പറയുന്നത്. നമുക്ക് 1-1 എന്ന് പറയുന്ന ലെവലിൽ ടോട്ടൽ സ്ട്രെസ് എത്രയാണ് അറിയണം. ടോട്ടൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താണോ, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് സിഗ്മ ഈസ് ഈക്വൽ ടു അല്ലേ. സിഗ്മ ഈസ് ഈക്വൽ എന്താണ്, ടോട്ടൽ സ്ട്രെസ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ അല്ലേ. അതായത് ലോഡ് ബൈ ഏരിയ, ലോഡ് ഡിവൈഡ് ബൈ ഏരിയ അല്ലേ. വേണമെങ്കിൽ അങ്ങനെ എഴുതാം. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ലോഡ് ബൈ ഏരിയ ആണ്. ആൻഡ് ഇവിടെ ലോഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അറ്റ് ലെവൽ 1-1 ആക്ട് ചെയ്യുന്ന ലോഡ് എന്താണോ, വാട്ട് എവർ ദ വെയിറ്റ് ഓഫ് ദ സോയിൽ എബവ് ദിസ് ലെവൽ, 1-1 ഈ 1-1 ലെവലിന് മുകളിലുള്ള വെയിറ്റ് ഓഫ് ദ സോയിലാണ് ഇതിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്നത് അല്ലേ. സോ ദാറ്റ് ക്യാൻ ബി, നമുക്ക് ഇങ്ങനെ പറയാം, W ഡിവൈഡ് ബൈ കറസ്പോണ്ടിങ് ഏരിയ. ഏരിയ എന്ന് പറയുന്നത് എന്താണോ, ലെറ്റ്സ് അസ്യൂം വി ആർ ടേക്കിംഗ് എ യൂണിറ്റ് ഏരിയ ഓഫ് ദ സോയിൽ. ഓക്കെ, സോ ഈ പറയുന്ന യൂണിറ്റ് ഏരിയ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഓക്കെ, ഈ ലെവലിൽ എത്ര തന്നെയായിരിക്കും, ഈ ലെവലിലും നമ്മൾ ഉദ്ദേശിക്കുന്ന ഏരിയ എന്ത് തന്നെയാണ്, എ എന്ന് പറയുന്ന ഏരിയ ആണ്. ഓക്കെ, ഇസഡ് ഡെപ്തിൽ എ എന്ന ഏരിയ 1-1 എന്ന് പറയുന്ന പ്ലെയിനിലാണ് ലോഡ് ആക്ട് ചെയ്യുന്നതെങ്കിൽ W ഡിവൈഡ് ബൈ എ ആണ്. നമുക്കറിയാം വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, യൂണിറ്റ് വെയിറ്റ് ഇൻറ്റു വോളിയം ഡിവൈഡ് ബൈ എ എന്നാണ് അല്ലേ. യെസ്, ദെൻ വോളിയം എന്ന് പറഞ്ഞാൽ എന്താണോ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഗാമ ഇൻറ്റു യെസ് 1 ഡയമെൻഷൻ, അതായത് ഇസഡ് എന്ന് പറയുന്ന ഡയമെൻഷൻ ഇൻറ്റു കറസ്പോണ്ടിങ് ഏരിയ ഡിവൈഡ് ബൈ എന്താണ് ഏരിയ. സോ എ ഗെറ്റ് ക്യാൻസൽ. സോ നമുക്ക് സിഗ്മ ഈസിക്കൽ എന്ത് കിട്ടും, ഗാമ ഇൻറ്റു ഇസഡ് എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഇഫ് യു വാണ്ട് ടു കാൽക്കുലേറ്റ് ദ ടോട്ടൽ സ്ട്രെസ് സിഗ്മ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഗാമ ഇൻറ്റു ഇസഡ് ആണ്. ഇതാണ് കാൽക്കുലേഷൻ ഫോർമുല. ടോട്ടൽ സ്ട്രെസ് അറ്റ് എനി പോയിന്റ് ബിലോ ദ ഗ്രൗണ്ട് ലെവൽ, എന്താണ്, യൂണിറ്റ് വെയിറ്റ് ഓഫ് ദ സോയിൽ ഇൻറ്റു ഡെപ്ത് ടു ദാറ്റ് പോയിന്റ്. ക്ലിയർ അല്ലേ. സോ എന്താണ് ടോട്ടൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ, യെസ് യു റീഡ് ദ പോയിന്റ്. നമ്മളിങ്ങനെ എഴുതിയാൽ മതി, 1 മാർക്കാണ് കേട്ടോ ഓരോ ഡെഫിനിഷനും. ടോട്ടൽ സ്ട്രെസ് ഓർ യൂണിറ്റ് പ്രഷർ സിഗ്മ എന്നാണ് പറയുക. ടോട്ടൽ പ്രഷർ ഈസ് ദ ടോട്ടൽ ലോഡ് പെർ യൂണിറ്റ് ഏരിയ. ഇറ്റ് ഈസ് ദ ടോട്ടൽ ലോഡ് പെർ യൂണിറ്റ് ഏരിയ. ദ ടോട്ടൽ വെർട്ടിക്കൽ പ്രഷർ അറ്റ് എനി പ്ലെയിൻ ഈസ് ഈക്വൽ ടു ദ സം ഓഫ് ദ എഫക്റ്റീവ് പ്രഷർ ആൻഡ് പോർ പ്രഷർ ആണ്. അത് നമുക്ക് പറയാം. ഓക്കെ, ദാറ്റ് ഈസ് ടോട്ടൽ പ്രഷർ ഈസ് ഈക്വൽ ടു നമ്മളെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, സിഗ്മ ഈസ് ഈക്വൽ ടു എന്താണ്, യെസ് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഗാമ ഇൻറ്റു ഇസഡ് ആണ്. ക്ലിയർ അല്ലേ. യെസ്, ഇനി നമ്മൾ വീണ്ടും ഈ ഫിഗറിലേക്ക് വരികയാണെങ്കിൽ ലെറ്റ്സ് ടോക്ക് അബൌട്ട് പോർ വാട്ടർ പ്രഷർ ആണ്. ലെറ്റ്സ് സേ നമ്മളിതാ ഇതേ സോയിലിൽ കുറച്ച് സോയിൽ പാർട്ടികൾ എടുത്തു നമ്മൾ അല്ലേ. സോയിൽ പാർട്ടികൾ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം സോയിൽ പാർട്ടികളാണ്, കാണുന്നുണ്ടോ. ആൻഡ് സോയിൽ പാർട്ടികളുടെ ഇടയിൽ എന്തുണ്ട്, വോയിഡ് ഉണ്ടാവും. ഇവർക്കിടയിൽ വോയിഡ് ഉണ്ട്. ഈ വോയിഡിൽ എന്തായിരിക്കും, വാട്ടർ ആയിരിക്കും പ്രസന്റ് ഉണ്ടാവുക. ആൻഡ് വാട്ടർ വിൽ ബി എക്സേർട്ടിങ് സം പ്രഷർ ഓൺ ഓൾ ദ സോയിൽ പാർട്ടികൾ ഇൻ ഈക്വൽ ഡയറക്ഷൻ. ഇസ്ന്റ് ഇറ്റ്, എല്ലാ ഡയറക്ഷനിലും ഒരേപോലെ ഈക്വൽ ആയിട്ടാണ് എന്ത് ചെയ്യുക, അത് പ്രഷർ എക്സേർട്ട് ചെയ്യുക. കാരണം വാട്ടർ എല്ലാ ഡയറക്ഷനിലും യൂണിഫോം ആയിട്ടാണ്, ഈക്വൽ എമൗണ്ടിലാണ് എല്ലാ ഡയറക്ഷനിലും പ്രഷർ ആക്ട് ചെയ്യുന്നത്. അതല്ലേ പാസ്കൽസ് ലോ പറയുന്നത്, നിങ്ങൾ ഇവിടെ പ്രഷർ അപ്ലൈ ചെയ്താൽ അവിടെയും ആ പ്രഷർ എന്തായിരിക്കും, സെയിം ആയിരിക്കും അല്ലെ. ഹൈഡ്രോളിക് ജാക്കൊക്കെ വർക്ക് ചെയ്യുന്നത് അങ്ങനെയാണ്. സോ ഈ വോയിഡിൽ വാട്ടർ ഉള്ളതുകൊണ്ട് അല്ലേ, there is some pressure is getting exerted on the soil particle അല്ലേ, yes, certain pressure is getting acted on the soil particle ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആ പ്രഷറും കണ്ടുപിടിക്കാൻ പറ്റും. എന്ത് ചെയ്താൽ മതി, യു കണക്ട് എ പീസോമീറ്റർ അറ്റ് ദാറ്റ് ലെവൽ അല്ലേ. ആ ലെവലിൽ നിങ്ങളൊരു പീസോമീറ്റർ കണക്ട് ചെയ്യാം. യെസ്, ഈ ലെവലിൽ നമ്മൾ എന്ത് ചെയ്തു, ഒരു പീസോമീറ്റർ കണക്ട് ചെയ്തു. ആൻഡ് ലെറ്റ്സ് സേ ദ ഹൈറ്റ് ഓഫ് ദ വാട്ടർ അറ്റ് ദാറ്റ് പോയിന്റ് ഈസ് h ആണ്. ഹൈറ്റ് ഓഫ് ദ വാട്ടർ അറ്റ് ദാറ്റ് പർട്ടിക്കുലർ ഡെപ്ത് ഈസ് എത്രയാണ്, ലെറ്റ്സ് സേ ഇത്രയായിരുന്നു വാട്ടർ ലെവൽ ഉണ്ടായിരുന്നത്. ഓക്കെ, ഇത്രയായിരുന്നു അവിടെ വാട്ടർ ലെവൽ ഉണ്ടായിരുന്നത് ആ പോയിന്റിൽ പീസോമീറ്റർ കണക്ട് ചെയ്തപ്പോൾ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ദ പോർ വാട്ടർ പ്രഷർ അല്ലേ. ഇപ്പോൾ ആരടോ പ്രഷർ എക്സേർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ വോയിഡിൽ പ്രസന്റ് ആയിട്ടുള്ള വാട്ടർ ആണ് എന്ത് ചെയ്യുന്നത്,
പ്രഷർ എക്സ് ചെയ്യുന്നത്. വോയിഡ് എന്ന് വെച്ചാൽ പോർ, PORE പോർ, പോറിലുള്ള വാട്ടർ ആണ് ഇപ്പോൾ എന്ത് ചെയ്തത് പ്രഷർ എക്സേർട്ട് ചെയ്യുന്നത്. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് നോൺഡ് ആസ് പോർ വാട്ടർ പ്രഷർ. ഇൻഡിക്കേഷൻ എന്താണ്, നമ്മൾ യു എന്നാണ് പറയുക അല്ലേ, നൊട്ടേഷൻ എന്താണ്, യു ആണ്. ഇറ്റ് ഈസ് ദ വോയിഡ് വാട്ടർ പ്രഷർ. വോയിഡിന് പകരം നമ്മൾ പോർ എന്ന് പറഞ്ഞു. സോ പോറിൽ പ്രസന്റ് ആയിട്ടുള്ള വാട്ടർ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ, പോർ വാട്ടർ പ്രഷർ ഈസ് ഗിവൺ ബൈ, പറയൂ പ്രഷർ പറയൂ. പ്രഷർ എന്താണ്, പ്രഷർ ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു ജി ഇൻറ്റു എച്ച് അല്ലേ, റോ ഇൻറ്റു ജി ഇൻറ്റു എച്ച്. റോ ജി എന്താണ്, ഗാമയാണ്, ഗാമ എന്ന് പറയുമ്പോൾ ഗാമ ഡബ്ല്യൂ ഇൻറ്റു എച്ച്. സോ റോ ഡബ്ല്യൂ ഇൻറ്റു ജി ഇൻറ്റു എച്ച്, ദാറ്റ് ഈസ് ഗാമ ഡബ്ല്യൂ എച്ച്. സോ യു ക്യാൻ കാൽക്കുലേറ്റ് ദ പോർ വാട്ടർ പ്രഷർ ബൈ ദ ഇക്വേഷൻ യെസ് ഗാമ ഡബ്ല്യൂ ഇൻറ്റു എച്ച്, ഗാമ ഡബ്ല്യൂ ഇൻറ്റു എച്ച്. ക്ലിയർ അല്ലേ? സോ നോക്കിയേ, ടോട്ടൽ സ്ട്രെസ് എന്താണ്, ഗാമ ഇൻറ്റു ഇസഡ് ആണ് കറസ്പോണ്ടിങ് ഡെപ്ത്. പോർ വാട്ടർ പ്രഷർ എന്താണ്, യൂണിറ്റ് വെയിറ്റ് ഓഫ് ദ വാട്ടർ ഇൻറ്റു ഡെപ്ത് ഓഫ് ദ വാട്ടർ അറ്റ് ദാറ്റ് പോയിന്റ്. ക്ലിയർ? യെസ്. അപ്പോൾ വാട്ടർ ഉണ്ടെങ്കിലേ പോർ വാട്ടർ പ്രഷർ ഉള്ളൂ. ഡ്രൈ സോയിൽ ആണെങ്കിൽ പോർ വാട്ടർ പ്രഷർ ഉണ്ടോ, ഇല്ല. യെസ്. സോ അതാണ് നമ്മുടെ പോർ വാട്ടർ പ്രഷർ. സോ റീഡ് ദ പോയിന്റ്. എന്താണ് എഫക്റ്റീവ് പ്രഷർ, സോറി എഫക്റ്റീവ് പ്രഷർ അല്ല, അത് നമുക്ക് ലാസ്റ്റ് പറയാം. യെസ്, ന്യൂട്രൽ പ്രഷർ നോക്കിയാൽ നമ്മൾ ഓരോന്ന് ഡിഫൈൻ ചെയ്യാം. ന്യൂട്രൽ പ്രഷർ എന്താണ്, നിങ്ങൾ ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഓക്കെ, ന്യൂട്രൽ പ്രഷർ ഓർ ദ പോർ വാട്ടർ പ്രഷർ, ഓർ ദ പോർ വാട്ടർ പ്രഷർ അല്ലെങ്കിൽ പോർ പ്രഷർ. എന്താണിത്? ഇറ്റ് ഈസ് എ ന്യൂട്രൽ പ്രഷർ ഈസ് ദ പ്രഷർ ട്രാൻസ്മിറ്റഡ് ത്രൂ ദ പോർ ഫ്ലൂയിഡ് ഓർ ട്രാൻസ്മിറ്റഡ് ബൈ ദ പോർ ഫ്ലൂയിഡ്. ക്ലിയർ? ആൻഡ് യു ഈസിക്കൽ എന്താണ്, ഗാമ ഡബ്ല്യു എച്ച്, ഗാമ ഡബ്ല്യു എച്ച്. ഇനി എന്താ സംഭവിക്കുക നോക്കിയേ. ആക്ച്വലി എന്താ സംഭവിക്കുന്നത്, ലെറ്റ് മീ ഡ്രോ ദാറ്റ് അഗെയിൻ. ഇതായിരുന്നു നമ്മുടെ ഗ്രൗണ്ട് ലെവൽ. ദിസ് ഇസ് ദ ഗ്രൗണ്ട് ലെവൽ. ക്ലിയർ? ദിസ് ഈസ് ദ ഗ്രൗണ്ട് ലെവൽ. ആൻഡ് നമുക്ക് കാര്യങ്ങൾ അറിയേണ്ടത് എവിടെയാണ്, വി നീഡ് ടു നോ വാട്ട് ഈസ് ദ പ്രഷർ, വാട്ട് ഈസ് ദ സോയിൽ പ്രഷർ എക്സിറ്റിംഗ്, വാട്ട് ഈസ് ദ വാട്ടർ പ്രഷർ എക്സിറ്റിംഗ് അറ്റ് എ ഡെപ്ത് ഓഫ് ഇസഡ് ആണ് അറിയേണ്ടത് അല്ലേ. സോ 1 എന്ന് പറയുന്ന ലെവലിൽ ഏതോ ഒരു അല്ലേ, ലെറ്റ്സ് സേ പി എന്ന് പറയുന്ന പോയിന്റിലാണ് നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയേണ്ടത്, അല്ലെങ്കിൽ ഈ പറയുന്ന ലെവൽ 1 കാര്യങ്ങൾ അറിയേണ്ടത്. അവിടേക്ക് നിങ്ങൾ നോക്കിയാൽ എന്തൊക്കെയാണ് ലോഡ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്. ഈ പറയുന്ന സോയിലിൻ്റെ വെയിറ്റ് എബവ് ദ 1 ലെവൽ ഉണ്ടാവും. അതേപോലെ തന്നെ ഈ വോയിഡിൽ വാട്ടർ ഉണ്ടെങ്കിൽ അത് പ്രഷർ എക്സേർട്ട് ചെയ്യും. സോ ഒരുപാട് പ്രഷർ എക്സേർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ബേസിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങളെ ഓരോ സോയിൽ പാർട്ടിക്കിളിൻ്റെയും, ഇതാണ് ഒരു സോയിൽ പാർട്ടിക്കിൾ, ആൻഡ് ഇതാണ് അതിൻ്റെ തൊട്ടടുത്തുള്ള സോയിൽ പാർട്ടിക്കിൾ, ഇതാണ് അതിൻ്റെ തൊട്ടടുത്തുള്ള മറ്റൊരു സോയിൽ പാർട്ടിക്കിൾ. സോ ഇഫ് യു ലുക്ക് അറ്റ് ദിസ് പാർട്ടിക്കിൾസ് തമ്മിലുള്ള എന്താണ്, ഇഫ് യു സൂം ദിസ് ഫിഗർ അല്ലേ, നമുക്ക് ഇതാണ് മാക്സിമം സൂം. നമ്മൾ നോക്കുകയാണെങ്കിൽ യെസ്, ഇവിടെ ഇങ്ങനെ ആക്ട് ചെയ്യുന്ന ഈ ലോഡ് ഉണ്ടല്ലോ, ലോഡ് പാർട്ടിക്കിൾസ് എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്, ബൈ യെസ് അവർ തമ്മിലുള്ള ഇന്റർ ഗ്രാനുലാർ കോണ്ടാക്ട് കാരണമാണ്. ഓക്കെ, യെസ്, എവറി പാർട്ടിക്കിൾ ഈസ് അല്ലേ, ഇതൊരു പാർട്ടിക്കിളാണ്, ഇത് മറ്റൊരു പാർട്ടിക്കിളാണ്, എല്ലാ പാർട്ടിക്കിളും എന്താണ്, ഇറ്റ് ഈസ് എവറി പാർട്ടിക്കിൾ ഈസ് ഇൻ കോണ്ടാക്ട് വിത്ത് ഈച്ച് അതർ അല്ലേ. സോ ഇങ്ങനെയാണ് ഇവരുടെ ഈ കോണ്ടാക്ട് കാരണമാണ് ലോഡ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ നോക്കിയേ, ഓരോ പാർട്ടിക്കിൾ, നിങ്ങളൊരു സിംഗിൾ പാർട്ടിക്കിൾ വരയ്ക്കുകയാണ്, ഇതാണ് ഒരു സിംഗിൾ പാർട്ടിക്കിൾ, ആൻഡ് അതൊരു മറ്റൊരു പാർട്ടിക്കിളുമായിട്ട് കോണ്ടാക്റ്റിലാണ്. അത് മറ്റൊരു പാർട്ടിക്കിളായിട്ട് ജസ്റ്റ് ഒരു കോണ്ടാക്ട് ആണ്. ഓക്കെ, ഒരുപാട് പാർട്ടിക്കിൾ, അതായത് നമ്മൾ അവരുടെ കോണ്ടാക്ട് ഏരിയ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇഫ് യു ലുക്ക് അറ്റ് ദ കോണ്ടാക്ട് ഏരിയ, ഇതാണ് അവരുടെ തമ്മിലുള്ള കോണ്ടാക്ട് ഏരിയ അല്ലേ, ഈ ചെറിയൊരു ഏരിയ. ഓക്കെ, രണ്ട് പാർട്ടിക്കിൾ തമ്മിൽ കോണ്ടാക്ട് ചെയ്യുന്നത് ആ ചെറിയൊരു ഏരിയ ആണ്. ആൻഡ് ഇവരുടെ മുകളിൽ വരുന്ന ലോഡ് എന്താണ്, ലെറ്റ്സ് സേ ലോഡ് എന്താണ്, അവിടെ വരുന്ന ലോഡ് എത്രയാണ്, ലോഡ് എന്ന് പറയാം. ഓക്കെ, ലോഡ് തന്നെ പറയാം. ആൻഡ് ലെറ്റ്സ് സേ ഈ ഏരിയ എന്ന് പറയുന്നത് A' ആണ്, ദാറ്റ് ഈസ് എ കോണ്ടാക്ട് ഏരിയ. ഓക്കെ, AC എന്ന് പറയാം നമുക്ക് വേണമെങ്കിൽ. ഓക്കെ, ദാറ്റ് വിൽ ബി ബെറ്റർ. അതാണ് കോണ്ടാക്ട് ഏരിയ, ദാറ്റ് ഈസ് എ കോണ്ടാക്ട് ഏരിയ ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾ. അതുകൊണ്ട് നമുക്ക് പുതിയൊരു സ്ട്രെസ് കണ്ടുപിടിക്കാം, ദാറ്റ് ഈസ് എഫക്റ്റീവ് സ്ട്രെസ് ആണ്. പാർട്ടിക്കിൾ കോണ്ടാക്ട് ഉള്ളത് കൊണ്ട് യെസ്, ഇന്റർ ഗ്രാനുലാർ കോണ്ടാക്ട് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾ ഉള്ളതുകൊണ്ട് ലോഡ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയാണ്. അതായത് ഇവിടെ ആക്ട് ചെയ്യുന്ന ലോഡ് ദാറ്റ് ഈസ് ഡിവൈഡഡ് ബൈ കറസ്പോണ്ടിങ് ഏരിയ ഏതാണോ, ഏരിയ ഓഫ് കോണ്ടാക്ട് അല്ലേ, AC ആണ്. സോ നിങ്ങൾക്ക് എഫക്റ്റീവ് സ്ട്രെസ് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഇതിനെന്ത് പറയും, ഇന്റർ ഗ്രാനുലാർ പ്രഷർ എന്ന് പറയും. പ്രഷറും സ്ട്രെസ്സും ഒന്നാണ്, കാരണം യൂണിറ്റ് സെയിം അല്ലേ. പ്രഷർ ഈസ് ഫോഴ്സ് ബൈ ഏരിയ, സ്ട്രെസ് ഈസ് ഫോഴ്സ് ബൈ ഏരിയ. ക്ലിയർ? സോ സിഗ്മ ഡാഷ് ഈസ് ഈക്വൽ ടു ലോഡ് ബൈ AC എന്നാണ് എഴുതുന്നത്. പക്ഷേ പ്രശ്നം എന്താണ്, നിങ്ങൾ ആലോചിച്ചേ, AC എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ദ ഏരിയ ഓഫ് കോണ്ടാക്ട് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾ ആണ്. കണ്ടുപിടിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? ഈ പറയുന്ന പാർട്ടിക്കിൾ തമ്മിലുള്ള ഏരിയ ഓഫ് കോണ്ടാക്ട് നിങ്ങൾ വേണമെന്ന് വെച്ചാലും കണ്ടുപിടിക്കാൻ പറ്റില്ല, ബിക്കോസ് ഇറ്റ് ഈസ് അറ്റ് എ മൈക്രോസ്കോപ്പിക് ലെവലാണ് അല്ലേ. പാർട്ടിക്കിൾ ചെറുതാണ്, വളരെ ചെറുതാണ് പാർട്ടിക്കിൾ, പോരാത്തതിന് അവരുടെ കോണ്ടാക്ട് ഏരിയ കണ്ടുപിടിക്കണം, വിച്ച് ഇസ് വെരി മച്ച് ലെസ് ദാൻ ദ സൈസ് ഓഫ് ദ പാർട്ടിക്കിൾ. സോ ഏരിയ ഓഫ് കോണ്ടാക്ട് കണ്ടുപിടിക്കുക എന്നുള്ളത് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ആണ്, ഓർ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് പ്രോസസ് ആണ്. അതുകൊണ്ട് സിഗ്മ ഡാഷ് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഡയറക്റ്റ്ലി കണ്ടുപിടിക്കാൻ പറ്റില്ല. വാട്ട് വി ഡു ഈസ് സിഗ്മ ഡാഷ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്താണ്, സിഗ്മ നമുക്ക് വളരെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ, വിച്ച് ഈസ് യെസ് ഗാമ ഇൻറ്റു ഇസഡ് ആണ്. അവിടെ നിന്ന് എന്ത് കുറച്ചാൽ മതി, അവിടെ നിന്ന് പോർ വാട്ടർ പ്രഷർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൈനസ് ചെയ്താൽ മതി. സോ എഫക്റ്റീവ് സ്ട്രെസ് ഈസ് ഈക്വൽ ടു എങ്ങനെയാണ് ഇതിൻ്റെ ടോട്ടൽ സ്ട്രെസ് മൈനസ് പോർ വാട്ടർ പ്രഷർ ആണ്. എഫക്റ്റീവ് സ്ട്രെസ് ഈസ് ഈക്വൽ ടു ടോട്ടൽ സ്ട്രെസ് മൈനസ് എന്താണ്, പോർ വാട്ടർ പ്രഷർ ആണ്. ക്ലിയർ അല്ലേ? യെസ്. ആൻഡ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്തായിരുന്നു, വെയിറ്റ് എവിടെ യെസ്
നമുക്കറിയാം ടോട്ടൽ സ്ട്രെസ് ഇസ് എ സം ഓഫ് എഫക്റ്റീവ് പ്രഷർ ആൻഡ് ന്യൂട്രൽ സ്ട്രെസ് ആണ്. സോ ലെറ്റ്സ് റീഡ് ദ സെക്കൻഡ് വൺ. എഫക്റ്റീവ് പ്രഷർ അല്ലെങ്കിൽ വേറെ പേരെന്താണ്? ഇറ്റ് ഈസ് ഓൾസോ നോംഡ് ആസ് ഇന്റർഗ്രാനുലാർ പ്രഷർ എന്ന് പറയും. ക്ലിയർ അല്ലേ? എഫക്റ്റീവ് സ്ട്രെസ് ഓർ ഇന്റർഗ്രാനുലാർ പ്രഷർ എന്ന് പറയും. എഫക്റ്റീവ് സ്ട്രെസ് എന്ന് പറയും. ഓക്കെ, വെരി ഇമ്പോർട്ടൻറ്റ് ടേം ആണ് എഫക്റ്റീവ് സ്ട്രെസ് അല്ലെ. സോയിലിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൺ ഓഫ് ദ ടേം ആണ് എഫക്റ്റീവ് സ്ട്രെസ്. കാരണം എന്താണോ? കാരണം എന്താണ്? നിങ്ങൾ നോക്കിയേ, ഈ ഇന്റർഗ്രാനുലാർ പ്രഷർ കൂടുതലാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇന്റർഗ്രാനുലാർ പ്രഷർ കൂടുതലാണ് എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിൾ തമ്മിൽ നല്ല കോണ്ടാക്ട് ഉണ്ട് അല്ലേ. ഒരു പാർട്ടിക്കിളും അടുത്ത പാർട്ടിക്കിളും തമ്മിൽ ടച്ച് വരുന്നതുകൊണ്ടാണ് ആ ലോഡ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്. ലോഡ് കൂടുമ്പോൾ പാർട്ടികളൊക്കെ എന്താവും? പാർട്ടികളൊക്കെ വളരെ അടുത്തടുത്ത് വരും. അപ്പോൾ നല്ലപോലെ എന്ത് ചെയ്യാൻ പറ്റും? ലോഡ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ബിക്കോസ് ഓൾ ദ പാർട്ടിക്കിൾസ് ആർ ഇൻ വെരി മച്ച് കോണ്ടാക്ട് വിത്ത് ഈച്ച് അതർ. ലോഡ് കൂടുകയാണ് സോയിലിൻ്റെ മുകളിൽ. ഇഫ് ലോഡ് ഈസ് ഇൻക്രീസിങ് ഓൺ ദ സോയിൽ, യെസ്, പാർട്ടിക്കിൾസ് എല്ലാം വളരെ അടുത്തടുത്ത് വരും അല്ലേ. അതായത് എല്ലാ പാർട്ടികളും നല്ലപോലെ ടച്ച് ഉണ്ട്. സോ എഫക്റ്റീവ് സ്ട്രെസ് നല്ലപോലെ എന്ത് ചെയ്യും? ഇന്റർഗ്രാനുലാർ പ്രഷർ നല്ലപോലെ ഉണ്ടാവും. സോ ലോഡ് നല്ലപോലെ ട്രാൻസ്ഫർ ചെയ്യപ്പെടും. നോക്കിയേ, ഇതിനെ എഫക്റ്റീവ് എന്ന് പറയാൻ കാരണം ഈ പറയുന്ന പാർട്ടികൾ തമ്മിലുള്ള ടച്ച് കൂടുമ്പോൾ നല്ല രീതിയിൽ എന്ത് ചെയ്യും പറ്റും? നമുക്ക് പ്രഷർ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതായത് അവിടെ വോയിഡ് കുറയും അല്ലെ. പാർട്ടിക്കിൾ വളരെയധികം കൂടുതൽ ടച്ചിലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഗ്യാപ്പിലുള്ള വോയിഡ് കുറവായിരിക്കും. വോയിഡ് കുറവാന്ന് പറഞ്ഞാൽ എന്താണ്? സോയിലിൻ്റെ പ്രോപ്പർട്ടി ഇൻക്രീസ് ചെയ്യാണ്. എഫക്റ്റീവ് ബിഹേവിയർ ഓഫ് ദ സോയിൽ എന്താവും? ഇംപ്രൂവ് ആവും. അതിൻ്റെ ലോഡ് ടേക്കിംഗ് കപ്പാസിറ്റി കൂടും. പെർമിബിലിറ്റി കുറവായിരിക്കും. വളരെ നല്ലതാണ് അല്ലേ. സോയിലിൻ്റെ ഇടയിലൂടെ വാട്ടർ ഒഴുകാൻ പാടില്ല അല്ലേ. നമുക്ക് ഹൈലി കോമ്പാക്ഷൻ അറ്റാച്ച് ചെയ്യാൻ പറ്റും. മാക്സിമം ഡെൻസിറ്റി നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഷിയർ സ്ട്രെങ്ത് കൂടും. ബിയറിംഗ് കപ്പാസിറ്റി കൂടും. സോ എഫക്റ്റീവ് ബിഹേവിയർ ഓഫ് ദ സോയിൽ പറയുന്നത് ആരാണ്? ഈ പറയുന്ന എഫക്റ്റീവ് സ്ട്രെസ് ആണ് അല്ലെങ്കിൽ ഇന്റർഗ്രാനുലാർ പ്രഷറാണ്. അതുകൊണ്ടാണ് അതിനെ എഫക്റ്റീവ് സ്ട്രെസ് എന്ന് പറയാൻ കാരണം. നിങ്ങൾ എന്ത് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടായാലും വേണ്ടില്ല, യു ആർ ഗോയിങ് ടു കൺസ്ട്രക്ട് സംതിങ്. ഒരു വീടായിരിക്കാം, ഒരു റോഡായിരിക്കാം, ഒരു ബിൽഡിംഗ് ആയിരിക്കാം, എന്ത് സാധനം ആണെങ്കിലും വേണ്ടിയില്ല, എവിടെയാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുക? ഓൺ ദ സോയിലാണ് അല്ലേ. അപ്പോൾ സോയിലിൻ്റെ ബിഹേവിയർ അറിയണ്ടേ? സോയിലിൻ്റെ ബിഹേവിയർ പറയുന്നത് ആരാണ്? എഫക്റ്റീവ് സ്ട്രെസ് ആണ്. ക്ലിയർ? എഫക്റ്റീവ് സ്ട്രെസ് ഇസ് എ വൺ which explains the behavior of the soil, which is found out by this equation. Sigma dash is equal to sigma minus u ആണ്. Sigma dash is equal to sigma minus u. Clear അല്ലേ? സോ ഇതാണ് 3 ഡെഫിനിഷൻ. നമ്മൾ എക്സാമിന് ഈ 3 എഴുതിയാൽ മതി. ഓരോ ഡെഫിനിഷൻ എഴുതുക, അതിൻ്റെ ചെറുതായിട്ടൊരു ഇക്വേഷൻ മെൻഷൻ ചെയ്യുക. ഈ ജസ്റ്റ് ഈ രണ്ട് ലൈൻ എഴുതിയാൽ മതി. ഓരോന്നിനും ഓരോ മാർക്കാണ്. യു വിൽ ഗെറ്റ് 3 മാർക്സ്. ക്ലിയർ? സോ അതാണ് ഫസ്റ്റ് പോയിന്റ്. ഓക്കെ, സോ ലെറ്റ് മീ കൺക്ലൂഡ് ദാറ്റ് പോയിന്റ്. കാരണം നമുക്ക് അത് കുറച്ച് കഴിഞ്ഞിട്ടും ആവശ്യമുണ്ട്. സോ എന്താണ് ഫസ്റ്റ് പോയിന്റ് എഴുതി? നമ്മൾ ടോട്ടൽ സ്ട്രെസ് ഈസ് ഈക്വൽ ടു എന്താണോ? ഗാമ ഇൻറ്റു ഇസഡ് ആണ്. രണ്ടാമത്തെ പോയിന്റ് പോർ വാട്ടർ പ്രഷർ എന്തായിരുന്നു? ഗാമ ഡബ്ല്യു ഇൻറ്റു കറസ്പോണ്ടിങ് ഡെപ്ത് ഓഫ് ദ വാട്ടർ ആണ്. യെസ്. തേർഡ് വൺ എന്താണ്? ഇത് രണ്ടും ഈസിലി കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ സിഗ്മ ഡാഷ് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് സിഗ്മ ഡാഷ് ഈക്വൽ ടു എന്താണ്? സിഗ്മ മൈനസ് എന്താണ്? യു ആണ്. ഈ സാർ ഓക്കെ. ഈ 3 ഇക്വേഷനാണ് നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. നൗ ലെറ്റ്സ് മൂവ് ടു ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? വിത്ത് എ നീറ്റ് സ്കെച്ച് എക്സ്പ്ലെയിൻ ഐസോബാർ ആൻഡ് പ്രഷർ ബൾബാണ്. എന്താണ് ഐസോ എന്ന് പറഞ്ഞാൽ? എവിടെ ഐസോ എന്ന് പറഞ്ഞാലും എന്താണ്? ഇറ്റ് ഈസ് എ ലൈൻ ജോയിനിങ് പോയിന്റ് ഓഫ് സെയിം വാല്യൂ ഓഫ് സം ക്വാണ്ടിറ്റി. ഇറ്റ് ഈസ് എ ലൈൻ ജോയിനിങ് പോയിന്റ് ഓഫ് സെയിം വാല്യൂ ഓഫ് എന്തോ ഒരു സാധനം സെയിം ആണ് ആ ലൈനിൽ. ക്ലിയർ അല്ലേ? അത് സ്ട്രേറ്റ് ലൈൻ ആവാം, കർവ്ഡ് ലൈൻ ആവാം, എന്ത് വേണേ ആവാം. എന്താണോ കോണ്ടൂർ ലൈൻ എന്ന് പറഞ്ഞാൽ? വാട്ട് യു മീൻ ബൈ കോണ്ടൂർ ലൈൻ? ഇറ്റ് ഈസ് എ ലൈൻ ജോയിനിങ് പോയിന്റ് ഓഫ് സെയിം വാല്യൂ ഓഫ് എലിവേഷൻ ആണ്. ഐസോബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഐസോബാർ ഈസ് എ ലൈൻ ജോയിനിങ് പോയിന്റ് ഓഫ് സെയിം വാല്യൂ ഓഫ് വെർട്ടിക്കൽ സ്ട്രെസ് ആണ്. ക്ലിയർ അല്ലേ? വെർട്ടിക്കൽ സ്ട്രെസ് ആണ്. ആൻഡ് അത് തന്നെയാണ് പ്രഷർ ബൾബും. ഓക്കെ, യെസ്. സോ യു ക്യാൻ സീ ദാറ്റ് ഐസോബാർ ഓർ പ്രഷർ ബൾബ്. ഓക്കെ, ഈ ഡെഫിനേഷനാണ് എഴുതേണ്ടത്. 3 മാർക്കാണ്. ഒരു ഫിഗർ വരയ്ക്കണം. ഈ ഡെഫിനേഷൻ എഴുതണം. യു വിൽ ഗെറ്റ് 3 മാർക്സ്. ക്ലിയർ? യെസ്. ക്വസ്റ്റ്യൻ നമ്പർ എത്രയാണ്? 5 ആണ്. ഐസോബാർ വരയ്ക്കണം. ഓക്കെ, യെസ്. എ ഐസോബാർ ഓർ പ്രഷർ ബൾബ് ഈസ് എ സ്ട്രെസ് കോണ്ടൂർ ഓർ എ ലൈൻ which connects all points below the ground surface at which എന്താണ് സെയിം? at which vertical pressure is same. ഇവിടെ പ്രഷർ എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ആണ്. ഓക്കെ, vertical stress or vertical pressure is same. An isobar is a spatial curved surface and resembles like a bulb in shape. This is because the vertical pressure at all points in horizontal plane at equal radial distance from the load is same ആണ്. ഓക്കെ, യെസ്. നിങ്ങൾ നോക്കി എന്താ ഉദ്ദേശിച്ചത്? നമ്മൾ ഗ്രൗണ്ട് ലെവലാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ദിസ് ഈസ് എ ഗ്രൗണ്ട് ലെവൽ ആൻഡ് ഇവിടെ ഒരു ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട് വെച്ചു. ലെറ്റ്സ് ഒരു ക്യൂ എന്ന് പറയുന്ന ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ആസ് യു ഗോ ഡൗൺ നിങ്ങളിങ്ങനെ താഴോട്ട് സോയിലിൻ്റെ ഡെപ്തിലേക്ക് വരുമ്പോൾ ഈ ലോഡിൻ്റെ എഫക്റ്റ് കുറഞ്ഞു വരും അല്ലേ. പറയപ്പെടുന്നത് എന്താണ്? ഈ ലോഡിൽ നിന്ന് നിങ്ങളൊരു റേഡിയൽ ഡിസ്റ്റൻസ് R എന്ന് പറയുന്ന റേഡിയൽ ഡിസ്റ്റൻസ് എടുത്തു. ഇങ്ങോട്ട് R ആണ്, ഇങ്ങോട്ട് നിങ്ങൾ എന്തെടുത്തു? R എന്ന് പറയുന്ന റേഡിയൽ ഡിസ്റ്റൻസ് എടുത്തു. ഈ രണ്ട് പോയിന്റിലും പ്രഷർ
the stress due to this load എന്തായിരിക്കും സെയിം ആയിരിക്കും. നിങ്ങൾ ഒരു ലോഡിന് റേഡിയൽ ഡിസ്റ്റൻസ് എന്താണ്, ദിസ് ഇസ് ബിക്കോസ് ദ വെർട്ടിക്കൽ പ്രഷർ അറ്റ് ഓൾ പോയിന്റ്സ് ഇൻ എ ഹൊറിസോണ്ടൽ പ്ലെയിൻ അറ്റ് ഈക്വൽ റേഡിയൽ ഡിസ്റ്റൻസ് ഫ്രം ദ ലോഡ് ഈസ് സെയിം. നോക്കിയേ എവിടെ പോയി ഫിഗറോടെ യെസ്, ലോഡിൽ നിന്നും റേഡിയൽ ഡിസ്റ്റൻസ് എടുക്കുകയാണ്. അപ്പോൾ യെസ്, യു ടേക്കൺ ദ പോയിന്റ് എ, യു ടേക്കൺ ദ പോയിന്റ് ബി. ഈ രണ്ട് പോയിന്റ് എന്താണോ അത് റേഡിയൽ ഡിസ്റ്റൻസിലുള്ള പോയിന്റ് ആണ് ഓൺ ദ ഹൊറിസോണ്ടൽ പോയിന്റ്. സോ എയിലും ബിയിലും എന്തായിരിക്കും പറയൂ? യെസ്, പ്രഷർ സെയിം ആയിരിക്കും, ദാറ്റ് ഈസ് സ്ട്രെസ് സെയിം ആയിരിക്കും. ആൻഡ് അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ അങ്ങനെ ഒരുപാട് നമുക്ക് എന്ത് കിട്ടും, നമുക്ക് അങ്ങനെ റേഡിയൽ ഡിസ്റ്റൻസിൽ ഒരുപാട് പോയിന്റുകൾ നമുക്ക് സെയിം ആയിട്ട് കിട്ടും. യെസ്, സെയിം ആയിട്ടുള്ള കിട്ടും. സോ ഇങ്ങനെ വരയ്ക്കുമ്പോൾ നമുക്ക് യെസ് അത് കുളമായി. ഇങ്ങനെ വരയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? യെസ്, ഒരു പ്രഷർ ബൾബ് കിട്ടും. ക്ലിയർ, ഒരു പ്രഷർ ബൾബ് കിട്ടും. സോ ഇതിനാണ് നോക്കിയാൽ ഇറ്റ് ലുക്സ് ലൈക്ക് എ ബൾബാണ്. ഇറ്റ്സ് ലുക്ക് ലൈക്ക് എ ബൾബ്. ഇങ്ങനെ ഒരുപാട് പോയിന്റുകൾ ഉണ്ടാവും. വേറൊരു റേഡിയൽ ഡിസ്റ്റൻസ് എടുത്താൽ ഇങ്ങനെയായിരിക്കും. ഓക്കെ, മറ്റൊരു റേഡിയൽ ഡിസ്റ്റൻസ് എടുത്താൽ ഇങ്ങനെയായിരിക്കും. യെസ്, ക്ലിയർ അല്ലേ? യെസ്, മറ്റൊരു റേഡിയൽ ഡിസ്റ്റൻസ് എടുത്താൽ ഇങ്ങനെയായിരിക്കും. ആൻഡ് ആസ് യു മൂവ് ഡൗൺ, ഈ പറയുന്ന റെഡ് ലൈനിൽ പ്രഷർ മൊത്തം സെയിം ആയിരിക്കും. ഓക്കെ, ഈ പറയുന്ന റെഡ് ലൈനിൽ പ്രഷർ മൊത്തം സെയിം ആയിരിക്കും. വാട്ട് അബൌട്ട് ദ പോയിന്റ് ഇൻസൈഡ് ദ ബൾബ്? യെസ്, ഈ പറയുന്ന ലെറ്റ്സ് സേ നമ്മൾ ബൾബ്, ഇതാണ് ബൾബാണ്, ഇതൊരു ബൾബാണ്. നമുക്കിതിനെ ബൾബ് യെസ് ആർ എന്ന് പറയാം. ഓക്കെ, ബൾബ് ആർ എന്ന് പേര് കൊടുത്തു. ഈ ബൾബിൻ്റെ പേരെന്താണ്? ബൾബ് ആർ ആണ്. വാട്ട് ഈസ് ദ പ്രഷർ ഇൻസൈഡ് ദിസ് ബൾബ്? ഇൻസൈഡ് ദിസ് ബൾബിന് പ്രഷർ എന്തായിരിക്കും? ഇതിനെക്കാട്ടും കുറവായിരിക്കും. ഔട്ട്സൈഡ് ദ ബൾബ് എന്തായിരിക്കും? സ്ട്രെസ് എന്തായിരിക്കും? ഇതിനെക്കാട്ടും കുറവായിരിക്കും അല്ലേ? കുറവായിരിക്കും. ഉള്ളിൽ എന്തായിരിക്കും? കൂടുതലായിരിക്കും. യെസ്, ഹിയർ ദ പ്രഷർ ഈസ് മോർ, ഹിയർ ദ പ്രഷർ ഈസ് ലെസ്. ക്ലിയർ? യെസ്. സോ ആ പോയിന്റ് എഴുതണേ. ഓക്കെ, pressure at points inside the bulb are greater than the point on the surface of the bulb, and pressure at the points outside the bulb are smaller than that value on the curve. Clear? And any number of pressure bulbs may be drawn for any applied load, since each one corresponds to an arbitrary chosen value of stress. എത്ര നമ്പർ വേണമെങ്കിലും വരയ്ക്കാം നിങ്ങൾക്ക്. ക്ലിയർ അല്ലേ? ആൻഡ് ഈ ഫിഗറും കൂടി വരയ്ക്കണം നിങ്ങൾ. ഓക്കെ, യു ക്യാൻ ഡ്രോ എ ഫിഗർ ലൈക്ക് ദിസ് വിച്ച് ഇസ് സെയിം ലൈക്ക് ദിസ്. സോ ഈ കാണിച്ചിരിക്കുന്നതാണ് ഐസോ ബാർ ആൻഡ് ദേ ലുക്ക് ലൈക്ക് എ ബൾബാണ്. ബൾബ് ഓക്കെ വിച്ച് ഷോയിങ് സെയിം വാല്യൂ ഓഫ് പ്രഷർ. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് ടേംഡ് ആസ് പ്രഷർ ബൾബാണ്. ക്ലിയർ? ദേ റിസംബിൾസ് എ ഷേപ്പ് ഓഫ് എന്നാണ് ബൾബാണ്. ക്ലിയർ? സോ ആ ഡെഫിനേഷൻ എഴുതണം, ഈ ഫിഗർ വരയ്ക്കണം. യു വിൽ ഗെറ്റ് 3 marks. Is that okay? Yes. Let's move to the part B questions. Part B questions-ലേക്ക് കടക്കാം നമുക്ക്. യെസ്, എന്താണ് പാർട്ട് ബിയിൽ? നമുക്കറിയാം മൊഡ്യൂൾ 3 പാർട്ട് ബിയിൽ 15 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ഉണ്ടാവും, 16 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ഉണ്ടാവും. 15-ൽ എ ബി ഉണ്ട്, 16-ലും എ ബി ഉണ്ട്. നിങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. യു നോ ദിസ് തിങ്. നമുക്ക് രണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, യെസ്. നോക്കിയേ, 15-ാമത്തെ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് വൺ പറയുന്നത് എന്താണ്? ആദ്യത്തെ പരിപാടി എന്താണ്? എക്സ്പ്ലെയിൻ ക്യുക്സ് ആൻഡ് കണ്ടീഷൻ എന്നാണ്. സോ വാട്ട് ഈസ് ക്യുക്സ് ആൻഡ് കണ്ടീഷൻ? നോക്കിയേ, ക്യുക്സ് ആൻഡ് കണ്ടീഷൻ ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. നിങ്ങൾ എന്തൊക്കെ എഴുതണം? യെസ്, ക്യുക്സ് ആൻഡ് കണ്ടീഷൻ നമ്മൾ 15 ലെറ്റ് മീ ലുക്ക് ദ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ. എങ്ങനെയാണ് വരുന്നത്? ഫിഗർ ഓർ റീസൺ വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 മാർക്കാണ്. എന്തെങ്കിലും ഒരു ഫിഗർ നിങ്ങൾ വരയ്ക്കുന്നുണ്ടെങ്കിൽ 2 മാർക്കാണ്. ആൻഡ് അതിൻ്റെ റീസൺ വളരെ വ്യക്തമായിട്ട് നിങ്ങൾ ആധികാരികമായി പറയുന്നുണ്ടെങ്കിൽ അതിന് 3 മാർക്കാണ്. അങ്ങനെയാണ് 5 മാർക്ക് കിട്ടുന്നത്. ഓക്കെ, സോ റീസൺ വളരെ കറക്റ്റായിട്ട് പറയണം, അതിന് 3 മാർക്കാണ്. ഒരു ഫിഗർ അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടും. ക്ലിയർ അല്ലേ? നോക്കിയേ, ഇതാണ് പരിപാടി. ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് ക്യുക്സ് ആൻഡ് കണ്ടീഷൻ ഈസ്. ഓക്കെ, ക്യുക്സ് ആൻഡ് കണ്ടീഷൻ അല്ലെങ്കിൽ ബോയിലിംഗ് കണ്ടീഷൻ. ആദ്യമേ പറയാണ്, ക്യുക്സ് ആൻഡ് കണ്ടീഷൻ ഒരു ടൈപ്പ് ഓഫ് സാൻഡ് അല്ല, സോയിലിൽ സംഭവിക്കുന്ന ഒരു ഫിനോമിനനാണ്. സോയിലിൽ സംഭവിക്കുന്ന ഒരു സംഭവമാണ്, സോയിലിൽ നടക്കുന്ന ഒരു സംഭവമാണിത് ക്യുക്സ് ആൻഡ് കണ്ടീഷൻ. ഇറ്റ് ഈസ് നോട്ട് എ ടൈപ്പ് ഓഫ് സാൻഡ്. ക്ലിയർ അല്ലേ? സോ ക്യുക്സ് ആൻഡ് കണ്ടീഷൻ ഞാൻ ചുരുക്കി QSC എന്ന് എഴുതാണ്. ക്യുക്സ് ആൻഡ് കണ്ടീഷൻ. നോക്കിയേ, ക്യുക്സ് ആൻഡ് കണ്ടീഷൻ ഒക്കെ അറിയണമെങ്കിൽ റീസൺ ആണ് പറയുന്നത്. വാട്ട് ഈസ് എ റീസൺ ഓഫ് ക്യുക്സ് ആൻഡ് കണ്ടീഷൻ? ക്ലിയർ? എക്സ്പ്ലനേഷൻ ആണ് പറയുന്നത്. 1-2 കണ്ടീഷൻ ഉണ്ട്. ഇത് എവിടെ മാത്രമേ സംഭവിക്കുള്ളൂ? ഇറ്റ് ഒക്കേഴ്സ് ഇൻ കൊഹഷൻലെസ് സോയിൽ. അവിടെ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ? ഈ പറയുന്ന ക്യുക്സ് ആൻഡ് കണ്ടീഷൻ ഉള്ളൂ. എന്താണ് കൊഹഷൻലെസ് സോയിൽ എന്ന് പറഞ്ഞാൽ? ദാറ്റ് ഈസ് അതിൻ്റെ കൊഹഷൻ 0 ആണ്. അപ്പോൾ എക്സാമ്പിൾ എന്താ പറയേണ്ടത്? ലൈക്ക് സോയിൽ ലൈക്ക് ഏതാണ്? സാൻഡ് പോലെയുള്ള സോയിലുകളിൽ മാത്രമേ ഇത് നടക്കുള്ളൂ. ഗ്രാവലിൽ നടക്കില്ല. കാരണം ഗ്രാവൽ കോഷൻലെസ് ആണ്, പക്ഷേ ഗ്രാവൽ പാർട്ടിക്കിളിൻ്റെ വെയിറ്റ് എന്താണ്? കൂടുതലായിരിക്കും. സാൻഡാണ് കോഷൻലെസ് 0 ആയിട്ടുള്ള അത്യാവശ്യം ലൈറ്റ് ആയിട്ടുള്ള ഒരു സോയിൽ. ഗ്രാവലിൽ നടക്കില്ല. ഈവൻ ദോ കോഷൻലെസ് ആണ്, അവിടെ ഗ്രാവലിൻ്റെ സൈസ് കൂടുതലാണ് അല്ലെ, പാർട്ടിക്കിളിൻ്റെ സൈസ് കൂടുതലല്ലേ, അപ്പോൾ വെയിറ്റ് കൂടുതലായിരിക്കും, അപ്പോൾ നടക്കില്ല. ഓക്കെ, സാൻഡിൽ നടക്കും. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്കറിയാം കോഷൻലെസ് C = 0 ആണ്. നമുക്കറിയാം ഷിയർ സ്ട്രെങ്ത് ടോ = എന്തായിരുന്നു ഇക്വേഷൻ? C + σ' × tan φ എന്നായിരുന്നു അല്ലേ?
ഇൻറ്റു ടാൻ ഫൈ ആണ് ഷിയർ സ്ട്രെങ്ത്തിൻ്റെ ഇക്വേഷൻ. ഇവിടെ നമ്മൾ എന്ത് പറഞ്ഞു? സിൻസ് ഇറ്റ് ഈസ് എ കോഷൻലെസ് സോയിൽ സി ഈസ് ഈക്വൽ ടു 0 ആവും. അതുകൊണ്ട് ഷിയർ സ്ട്രെങ്ത്, അതായത് സോയിൽ പാർട്ടികൾ തമ്മിലുള്ള പിടുത്തം എങ്ങനെയാണ്? കോഹഷൻ കാരണമാണോ? അല്ല. ക്ലേ നോക്കിയിടോ. വാട്ട് യു മീൻ ബൈ ക്ലേ സോയിൽ? ഇറ്റ് ഈസ് എ കോഹസീവ് സോയിൽ. അതിൻ്റെ അർത്ഥം എന്താണ്? സോയിൽ പാർട്ടികൾ തമ്മിൽ അട്രാക്റ്റഡ് ആണ് ഈച്ച് അതർ, അല്ലേ? അവരെങ്ങനെയാണ് അറ്റാച്ച്ഡ് ആയിട്ടുള്ളത്? ബിക്കോസ് ദേ ഹാവ് അട്രാക്റ്റീവ് ഫോഴ്സ്, ദാറ്റ് ഈസ് ദേ ഹാവ് എ കോഹസീവ് ഫോഴ്സ്. അതുകൊണ്ടാണ് സോയിൽ പാർട്ടിക്കിൾസ് ഇൻഡിവിജ്വലി മറ്റൊരു പാർട്ടികളുമായിട്ട് കൂടിച്ചേർന്ന് നിൽക്കുന്നത്. ഫ്രിക്ഷൻ ആണോ? അല്ല. പക്ഷേ ഇവിടെ എന്താണ്? സാൻഡിൽ എങ്ങനെയാണ് പാർട്ടികൾ ഒന്നിച്ച് നിൽക്കുന്നത്? ഒന്നിച്ച് നിൽക്കില്ല, ഒന്നാമത്തെ കാര്യം. ബിക്കോസ് ഓഫ് ദ ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദം, അല്ലെ? ആ ഫ്രിക്ഷൻ കാരണമാണ് അവരെന്ത് ചെയ്യുന്നത്? ഒന്നിച്ച് നിലനിൽക്കുന്നത്. സോ അതായത് ആ പ്രോപ്പർട്ടിയാണ് നമ്മൾ ഷിയർ സ്ട്രെങ്ത് എന്ന് പറയുന്നത്, അല്ലേ? പക്ഷേ സാൻഡിൽ സി ഈസ് ഈക്വൽ 0 ആണ്. അപ്പോൾ ഷിയർ സ്ട്രെങ്ത് ഈക്വൽ ടു എന്തായിരിക്കും? ഓൺലി ബിക്കോസ് ഓഫ് ഫ്രിക്ഷൻ ആണ്, അല്ലേ? ദാറ്റ് ഈസ് ടോ ഈസ് ഈക്വൽ ടു സിഗ്മ ഡാഷ് ടാൻ ഫൈ ആയിരിക്കും. ഇത് ക്ലിയർ ആണോ? ദാറ്റ് ഈസ് ഷിയർ സ്ട്രെങ്ത് ഹോൾഡിംഗ് ദ പാർട്ടിക്കിൾ ടുഗദർ. ഷിയർ സ്ട്രെങ്ത്, യെസ്, ഹോൾഡിംഗ് ദ പാർട്ടിക്കിൾ ടുഗദർ. ദ പാർട്ടിക്കിൾസ് ടുഗദർ ഇപ്പം എന്താണ്? ടുഗദർ ഏതാണ്? ഈ പറയുന്ന ഷിയർ സ്ട്രെങ്ത് ആണ്. ക്ലിയർ അല്ലേ? ഇറ്റ് ഈസ് എ ഷിയർ സ്ട്രെങ്ത് ഹോൾഡിംഗ് ദ പാർട്ടിക്കിൾ ടുഗദർ. ഇപ്പം എന്ത് കാരണം കൊണ്ടാണ്? കൊഹഷൻ കാരണം കൊണ്ടല്ല, ഫ്രിക്ഷൻ കാരണവും മാത്രമാണ്. ഫ്രിക്ഷൻ കാരണം കൊണ്ട് മാത്രമാണ്. ക്ലിയർ ആണോ? യെസ്. സോ ഫ്രിക്ഷൻ ആണ് സോയിൽ പാർട്ടിക്കിളിനെ പിടിച്ചു നിർത്തുന്നത്. നിങ്ങൾ ഒരു മാസ് ഓഫ് സാൻഡ് എടുത്തു കഴിഞ്ഞാൽ അവർ ഒന്നിച്ച് നിൽക്കണമെങ്കിൽ ഈസ് ബിക്കോസ് ഓഫ് ഏതാണ്? യെസ്, ഫ്രിക്ഷൻ ആണ്, കൊഹഷൻ അല്ല. ക്ലിയർ അല്ലേ? സോ കൊഹഷനിലെ സോയിലെ എന്ത് സംഭവിക്കുള്ളൂ? ക്വിക്സാൻഡ് കണ്ടീഷൻ സംഭവിക്കുള്ളൂ. അതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമത്തെ റീസൺ എന്താണ്? രണ്ടാമത്തെ കാര്യം എന്തായിരിക്കണം? നോക്കിയേ, when the flow through the soil is upward. Yes, flow through soil is upward ആണ്. സോയിലിലൂടെ ഫ്ലോ നടക്കണം. യെസ്, സോയിലിലൂടെ വാട്ടറിൻ്റെ ഫ്ലോ ഉണ്ടാവണം. ആൻഡ് സോയിലിലൂടെ താഴോട്ടല്ല ഫ്ലോ ഉണ്ടാവേണ്ടത്, മുകളിലേക്ക് എന്താവണം? സോയിലിൽ നിന്ന്, അല്ലെ, അടിയിൽ നിന്ന് എന്താവണം? മുകളിലേക്ക് എന്ത് ചെയ്യണം? ഫ്ലോ നടക്കണം. ദ ഫ്ലോ ത്രൂ ദ സോയിൽ ഈസ് അപ്വേർഡ്. ദ ഫ്ലോ ത്രൂ ദ സോയിൽ, ഫ്ലോ ഓഫ് വാട്ടർ വേണമെങ്കിൽ അങ്ങനെ എഴുതാം. ഫ്ലോ ഓഫ് വാട്ടർ ആണല്ലോ, വേറെ എന്തെങ്കിലും ഫ്ലോ ചെയ്യോ? ഇല്ല. ഫ്ലോ ഓഫ് വാട്ടർ ത്രൂ ദ സോയിൽ എന്താണ്? അപ്വേർഡ് ആണ്. ക്ലിയർ അല്ലേ? ഈ രണ്ട് കണ്ടീഷൻ ഉണ്ടാവണം. ഓക്കെ, ഈ രണ്ട് കണ്ടീഷൻ ഉണ്ടാവണം. അതായത് എന്തൊക്കെയാണ്? സോയിൽ എന്തായിരിക്കണം? കോഹഷൻലെസ് ആയിരിക്കണം. ആൻഡ് ആ സോയിലൂടെയുള്ള ഫ്ലോ ഓഫ് വാട്ടർ എങ്ങനെ ആയിരിക്കണം? അപ്വേർഡ് ആയിരിക്കണം. സച്ച് ദാറ്റ് നിങ്ങൾ നോക്കി ഇങ്ങനെ തന്നെ എഴുതിയാൽ ഉറപ്പാണ്, മാർക്കാണ്. സച്ച് ദാറ്റ് ദ സബ്മേർജ്ഡ് വെയിറ്റ് ഓഫ് ദ പാർട്ടിക്കിൾസ് ബിക്കം ഈക്വൽ ടു ദ upward seepage pressure. Such that the submerged weight of the particle, yes, let me write this down, I will explain. Submerged weight of particle എങ്ങനെയാണ് സബ്മേർജ്ഡ് വെയിറ്റ് പറയാം? ഗാമ ഡാഷ് ഇസഡ് എന്നാണ്. യെസ്, എന്താണെന്ന് പറയാം? ഈസ് ഈക്വൽ ടു യെസ് എന്താണ്? അപ്വേർഡ് സീപ്പേജ് പ്രഷറാണ്. അപ്വേർഡ് സീപ്പേജ് പ്രഷർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? യെസ്, ഗാമ ഡബ്ല്യു ഇൻറ്റു സ്മോൾ എച്ച് ആണ്. ഓക്കെ അല്ലേ? സോ എന്തൊക്കെയാണ് ഇപ്പോൾ സംഭവം? ഈ കണ്ടീഷൻ പറയണം, ഇല്ലേ കാര്യമില്ല. ഇങ്ങനെയുള്ള അവസ്ഥകളിൽ മാത്രമേ ക്വിക്സ് ആൻഡ് കണ്ടീഷൻ സംഭവിക്കുള്ളൂ. എല്ലാ സോയിലൊന്നും സംഭവിക്കില്ല, എല്ലാ അവസ്ഥയിലൊന്നും സംഭവിക്കില്ല. എന്തൊക്കെയായിരിക്കണം അവസ്ഥ? സോയിൽ കൊഹഷൻലെസ് ആയിരിക്കണം, സി ഈക്വൽ ടു 0 ആയിരിക്കണം. അതായത് പാർട്ടിക്കിളിനെ പിടിച്ചു നിർത്തുന്ന, സോയിൽ മാസിനെ ഒന്നിച്ചു നിർത്തുന്ന ശക്തി ഏതായിരിക്കണം? അതായത് ഷിയർ സ്ട്രെങ്ത് ഏതാണ്? യെസ്, ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾ, ടോ ഈസ് സിഗ്മ ഡാഷ് ടാൻ ഫൈ ആണ്. ദെൻ അതേ സോയിലിൽ ഫ്ലോ എങ്ങനെയായിരിക്കണം? ഫ്ലോ മുകളിലോട്ടായിരിക്കണം. ഫ്ലോ ഉണ്ടാവണം എന്നുള്ളത് ഒരു കാര്യം. യെസ്, ദർ മസ്റ്റ് ബി എ ഫ്ലോ ആൻഡ് ദാറ്റ് ഫ്ലോ മസ്റ്റ് ബി ഇൻ ദ അപ്വേർഡ് ഡയറക്ഷൻ, നോട്ട് ഇൻ ദ ഡൗൺവേർഡ് ഡയറക്ഷൻ. ക്ലിയർ? ഇങ്ങനെ സംഭവിക്കുമ്പോൾ എന്താ സംഭവിക്കുക? നിങ്ങളുടെ സബ്മേർജ്ഡ് വെയിറ്റ് ഓഫ് ദ പാർട്ടിക്കിൾ, ദാറ്റ് ഈസ് ഗാമ ഡാഷ്, നിങ്ങളുടെ അപ്വേർഡ് സീപ്പേജ് പ്രഷറിന് ഈക്വൽ ആവുകയാണെങ്കിൽ യെസ്, അവിടെ എന്ത് സംഭവിക്കും? അവിടെ നിങ്ങളുടെ എഫക്റ്റീവ് പ്രഷർ വിച്ച് ഈസ് ഗിവൺ ബൈ ദ ഇക്വേഷൻ ഗാമ ഡാഷ് ഇസെഡ് മൈനസ് ഗാമ ഡബ്ല്യു എച്ച്. ഇപ്പം എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇത് 0 ആയി പോകും. ഓക്കെ, വി നോ എഫക്റ്റീവ് സ്ട്രെസ് ഇസ് ഗിവൺ ബൈ സബ്മേർജ്ഡ് യൂണിറ്റ് വെയിറ്റ് ഓഫ് ദ പാർട്ടിക്കിൾ, ദാറ്റ് ഈസ് ഗാമ ഡാഷ് ഇസെഡ്, യെസ്, മൈനസ് ഗാമ ഡബ്ല്യു എച്ച്. നോക്കി, ഇത് രണ്ടും ഈക്വൽ ആയി കഴിഞ്ഞാൽ, ഇത് രണ്ടും ഈക്വൽ ആണെങ്കിലോ, അതാ പറഞ്ഞു ഗാമ ഡാഷ് ഇസെഡ് ഈസ് ഈക്വൽ ടു ഗാമ ഡബ്ല്യു എച്ച് ആവുന്ന ഒരു കണ്ടീഷൻ കൂടി ഉണ്ടാവും. ആ സമയത്ത് നിങ്ങളുടെ സിഗ്മ ഡാഷ് എന്തായി മാറും? സിഗ്മ ഡാഷ് 0 ആയി മാറും. യെസ്, എന്താണ് പറഞ്ഞതിൻ്റെ ഉദ്ദേശം? എന്താണ്? യെസ്, എന്താണ് പറഞ്ഞതിൻ്റെ ഉദ്ദേശം? എന്താണ്? നോക്കിയേ, ഈ സൈഡിൽ പറയാം. യെസ്, ലെറ്റ്സ് ലുക്ക് അറ്റ് ദിസ്. ഇതാണ് നമ്മുടെ ഗ്രൗണ്ട് ലെവൽ. ആൻഡ് ഈ ഗ്രൗണ്ട് ലെവൽ എന്താണ്? ഫുള്ളി സബ്മേർജ്ഡ് ആണ്. സോയിൽ പാർട്ടിക്കിൾ എന്താണ്? ഫുള്ളി സബ്മേർജ്ഡ് ആണ്. ഞാൻ എന്തെടുത്തു? യെസ്, ഇസഡ് ഡെപ്തിലുള്ള ഒരു സോയിൽ എടുത്തിരിക്കുകയാണ്.
ആൻഡ് ഇവിടെയുള്ള പോയിന്റാണ്, ഈ പ്ലെയിനിലാണ് കാര്യങ്ങളെല്ലാം പറയുന്നത്. ക്ലിയർ അല്ലേ? ഈ പ്ലെയിനിലാണ് കാര്യങ്ങളെല്ലാം പറയുന്നത്. സോ ഇവിടെയുള്ളൊരു പാർട്ടിക്കിൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ, ഇഫ് യു ടേക്ക് എനി പാർട്ടിക്കിൾ അറ്റ് ദിസ് പോയിന്റ്, എന്താ സംഭവിക്കുക? നോക്കിയാൽ സബ്മേർജ്ഡ് ആണ്, പാർട്ടിക്കിൾ ഫുള്ളി സബ്മേർജ്ഡ് ആണ്. സോ എവിടെ പോയി? യെസ്, ഒരു സിംഗിൾ പാർട്ടിക്കിളിനെ നമ്മൾ അറ്റ് ദിസ് ഇസഡ് ഡെപ്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവുക. യെസ്, ദിസ് ഇസ് എ പാർട്ടിക്കിൾ, ഒരു സിംഗിൾ സോയിൽ പാർട്ടിക്കിൾ ആണ്. അതിന് വെയിറ്റ് താഴോട്ടാണ് ആക്ട് ചെയ്യുക അല്ലേ? വെയിറ്റ് താഴോട്ടാണ് ആക്ട് ചെയ്യുക. ആൻഡ് സിൻസ് ഇറ്റ് ഈസ് ഫുള്ളി സബ്മേർജ്ഡ് ആയതുകൊണ്ട് നമുക്കറിയാം, നിങ്ങൾ ഫ്ലൂയിഡ് മെക്കാനിക്സ് പഠിക്കുന്നതാണ്, മുകളിലോട്ട് എന്ത് ആക്ട് ചെയ്യും? ദർ ഈസ് എ ബോയന്റ് ഫോഴ്സ് ആക്ട് ഓൺ ദീസ് പാർട്ടിക്കിൾ. ഇസ് ഇറ്റ്? വെയിറ്റ് താഴോട്ട് ആക്ട് ചെയ്യും, ബോയന്റ് ഫോഴ്സ് മുകളിലോട്ട് ആക്ട് ചെയ്യും. ആൻഡ് തീർച്ചയായിട്ടും പാർട്ടിക്കിൾ ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട് അല്ലേ? നിങ്ങളെ പാർട്ടിക്കിൾ ഇവിടെ തന്നെ നിൽക്കുകയല്ലേ? അതിനർത്ഥം താഴോട്ടുള്ള ഫോഴ്സ് കൂടുതലാണ്, മോർ ദാൻ ദ ബോയന്റ് ഫോഴ്സ്. അതായത് ദ നെറ്റ് ഫോഴ്സ് ഓൺ ദ പാർട്ടിക്കിൾ എങ്ങനെയായിരിക്കും? വെയിറ്റ്. ദാറ്റ് ഈസ് ദ സബ്മേർജ്ഡ് വെയിറ്റ് ഓഫ് ദ പാർട്ടിക്കിൾ എന്തായിരിക്കണം? സബ്മേർജ്ഡ് വെയിറ്റ് എന്തായിരിക്കും? നമുക്കതിനെ W ഡാഷ് എന്ന് പറയാം. സോ W ഡാഷ് വിൽ ബി ഈക്വൽ എന്തായിരിക്കും? ദ വെയിറ്റ് ആക്ടിങ് ഡൗൺവേർഡ് മൈനസ് എന്തായിരിക്കും? യെസ്, ബോയന്റ് ഫോഴ്സ് ആയിരിക്കും. ക്ലിയർ അല്ലേ? ഇതൊക്കെയാണോ? യെസ്. ഇനി നോക്കിയേ, എങ്ങനെയാണ് നമ്മൾ സബ്മേർജ്ഡ് വെയിറ്റ് കണ്ടുപിടിക്കുക? വെയിറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നോക്കിയേ, വെയിറ്റ് ഈസ് ഈക്വൽ ടു സബ്മേർജ്ഡ് വെയിറ്റ് ഈസ് ഈക്വൽ ടു കറസ്പോണ്ടിങ് യൂണിറ്റ് വെയിറ്റ് ഗാമ ഡാഷ് ഇൻറ്റു വോളിയം അല്ലേ? ഇൻറ്റു വോളിയം ആണ്. ഓക്കെ, ആൻഡ് ഗാമ ഡാഷ് ഇൻറ്റു വോളിയത്തിന് എങ്ങനെ എഴുതാം? നമുക്ക് ഏരിയ ഇൻറ്റു ഡെപ്ത് എന്ന് എഴുതിക്കൂടെ? ഏരിയ ഇൻറ്റു ഡെപ്ത് എന്ന് എഴുതാം. ഓക്കെ, സോ നമ്മൾ നോക്കിയേ, നമ്മൾ ഇസഡ് ഡെപ്തിലാണ് ഒരു പാർട്ടിക്കിളെ നോക്കുന്നത്. ആൻഡ് മൊത്തം സോയിലിൻ്റെ നമ്മൾ എങ്ങനെയുള്ള സോയിലാണ് എടുക്കുന്നത്? എ സോയിൽ ഈസ് ഹാവിങ് എ യൂണിറ്റ് ഏരിയ. ഓക്കെ, സോ ഏരിയ ഓഫ് ദ സോയിൽ എത്രയാണ്? യൂണിറ്റ് ആണ് എടുക്കുന്നത്. ഓക്കെ അല്ലേ? 1 ആക്കിയാണ് എടുക്കുന്നത്. സോ നമുക്ക് എന്ത് പറയാം? യെസ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ സബ്മേർജ്ഡ് യൂണിറ്റ് വെയിറ്റ് വിൽ ബി ഈക്വൽ ടു ഗാമ ഡാഷ് ഇൻറ്റു ഇസഡ് എന്ന് എഴുതാം. ക്ലിയർ ആണോ? സബ്മേർജ്ഡ് യൂണിറ്റ് വെയിറ്റ് ഈസ് ഈക്വൽ ടു A 1 ആയി പോയില്ലേ? A എത്രയാണോ? 1 ആണ്. സോ സബ്മേർജ്ഡ് യൂണിറ്റ് വെയിറ്റ് ഇൻറ്റു ഇസഡ് എഴുതി. ക്ലിയർ ആണോ? സബ്മേർജ്ഡ് യൂണിറ്റ് വെയിറ്റ് ഇൻറ്റു ഇസഡ് എന്ന് എഴുതി. സോ യു ക്യാൻ സീ ഹിയർ അതാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ദ സബ്മേർജ്ഡ് വെയിറ്റ് ഓഫ് ദ പാർട്ടിക്കിൾ എത്ര എഴുതി നമ്മൾ? ഗാമ ഡാഷ് ഇസഡ് എന്ന് എഴുതി. ഇനി നോക്കിയേ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇനി ഫ്ലോ അപ്വേർഡ് ഡയറക്ഷനിൽ സംഭവിക്കണം. നോക്കിയേ, എന്താണ് കവി ഉദ്ദേശിക്കുന്നത്? ഈ പറയുന്ന സോയിൽ ഫുള്ളി സബ്മേർജ്ഡ് ആണ്. പോരാത്തതിന് എന്തോ കാരണം കൊണ്ട് 1ൽ നിങ്ങൾ പീസോമീറ്റർ കണക്ട് ചെയ്തു. വെൻ യു കണക്റ്റഡ് പീസോമീറ്റർ അറ്റ് ദ പോയിന്റ് 1, ദ പീസോമീറ്റർ കണക്ട് ചെയ്തു. പക്ഷേ അവിടെ ലെവൽ ഓഫ് വാട്ടർ ഇത്രയാണ്. നോക്കിയേ, ഗ്രൗണ്ട് ലെവലാണ് കാണിച്ചിരിക്കുന്നത്. ഗ്രൗണ്ട് ലെവലിൽ താഴെയാണ് വാട്ടർ ലെവൽ. പക്ഷേ അറ്റ് ദ പോയിന്റ് 1ൽ അതിലേക്കാട്ടും വലിയ എന്തുണ്ട്? വാട്ടർ ഉണ്ട്. അതായത് ഫ്ലോ ഇപ്പോൾ എങ്ങനെ നടക്കും? ഈ സോയിലൂടെ ഫ്ലോ വിൽ ബി ഒക്കറിങ് ഇൻ ദ അപ്വേർഡ് ഡയറക്ഷൻ. ബിക്കോസ് യെസ്, പറയൂ, എന്ത് കാരണം കൊണ്ടാണ്? ഇവിടെ വാട്ടറിൻ്റെ ഹൈറ്റ് എന്താണ്? കൂടുതലാണ്. സോ വലിയ ഹെഡിൽ നിന്നും ചെറിയ ഹെഡിലേക്കല്ലേ ഫ്ലോ നടക്കുക. സോ യെസ്, ഫ്ലോ വിൽ ബി ടേക്കിംഗ് പ്ലേസ് ഇൻ ദിസ് ഡയറക്ഷൻ. അതായത് ഫ്ലോ അപ്വേർഡ് ഡയറക്ഷനിൽ നടക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? നമുക്കറിയാം സീപ്പേജ് എന്താണ്, സീപ്പേജ് പ്രഷർ എന്താ നമുക്കറിയാം അല്ലേ? സീപ്പേജ് എന്താണ്, സീപ്പേജ് പ്രഷർ എന്താണെന്നൊക്കെ നിങ്ങൾക്കറിയാം. ഓക്കെ, വി ആർ ട്രൈങ് ടു എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ആണ്. ഓക്കെ, ഇതാണ് സോയിൽ പാർട്ടിക്കിൾ. വെറുതെ ഒരു എക്സാമ്പിൾ പറയാണ്. ഓക്കെ അല്ലേ? ഇതിൻ്റെ ഇടയിലൂടെ ഫ്ലോ നടക്കുകയാണ്. നടക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ഫ്ലോ എന്ത് ചെയ്യും? ഈ പാർട്ടിക്കിൾസിൻ്റെ മുകളിലൊക്കെ പ്രഷർ എക്സേർട്ട് ചെയ്യില്ലേ? ഈ പാർട്ടിക്കിൾസിൻ്റെ മുകളിലൊക്കെ എന്ത് ചെയ്യും? പ്രഷർ എക്സേർട്ട് ചെയ്യും. എല്ലാ പാർട്ടിക്കിൾസിൻ്റെ മുകളിൽ എന്ത് എക്സേർട്ട് ചെയ്യും? പ്രഷർ എക്സേർട്ട് ചെയ്യും. യാതൊരു സംശയമില്ല. ഇങ്ങനെ ഫ്ലോ നടക്കുന്ന കാരണം വാട്ടർ പാർട്ടിക്കിളിൻ്റെ മുകളിൽ പ്രഷർ എക്സേർട്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് ടേംഡ് ആസ് ഫ്ലോ നടക്കുന്നത് കാരണം. അല്ലെ? ഫ്ലോ നടക്കുന്നത് കാരണമാണ്. സ്റ്റില്ലാണോ? അല്ല, ഫ്ലോ നടക്കുന്നത് കാരണം ദ വാട്ടർ എക്സേർട്ട് പ്രഷർ ഓൺ ദ യെസ് സോയിൽ പാർട്ടിക്കിൾസ് ആണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? സീപ്പേജ് പ്രഷർ എന്ന് പറയുന്നത്. ആൻഡ് സീപ്പേജ് പ്രഷർ PS is given by the equation gamma W into H ആണ്. വേറെ H എന്ന് പറഞ്ഞാൽ എന്താണോ? ഹൈറ്റ് ഓഫ് ദ വാട്ടർ അല്ല. ഇറ്റ് ഈസ് ദ ലെവൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഹെഡ് ലോസ് ആണ്. ഓക്കെ, ഏത് ഹെഡാണ് ഇവിടെ വാട്ടർ കോസ് ചെയ്യുന്നത്? യെസ്, ഈ പറയുന്ന ലെവലും ഈ പറയുന്ന ലെവൽ തമ്മിലുള്ള വാട്ടർ ഡിഫറൻസ് അല്ലേ ഫ്ലോ കോസ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് ദ ഹെഡ് ലോസ് ആണ്. ഓക്കെ, ദിസ് ഈസ് ദ ഹെഡ് ഡിഫറൻസ് ആണ്. ക്ലിയർ? നോട്ട് ദ ഹൈറ്റ് ഓഫ് ദ വാട്ടർ ബട്ട് ദ ഹെഡ് ഡിഫറൻസ് ആണ്. ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം, എന്നാലും ഞാനൊന്ന് റിപ്പീറ്റ് ചെയ്തേ ഉള്ളൂ. സോ എന്താണ് സംഭവിക്കുന്നത്? ഈ പറയുന്ന സബ്മേർജ്ഡ് യൂണിറ്റ് വെയിറ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പാർട്ടിക്കിൾ നോക്കി, ഇതാണ് പാർട്ടിക്കിൾ. യെസ്, ഇതിൻ്റെ ഗാമ ഡബ്ല്യു ഇസഡ് എന്താണ്? താഴോട്ടാണ് ആക്ട് ചെയ്യുക. ഇതാണ് സബ്മേർജ്ഡ് യൂണിറ്റ് വെയിറ്റ്. പക്ഷേ ഇതിൻ്റെ മുകളിൽ എന്തും കൂടി ആക്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ മുകളിൽ നമ്മുടെ താഴെ നിന്നും മുകളിലേക്ക് ഒഴുകുന്ന ആരുണ്ടാവും? ഗാമ ഡബ്ല്യു എച്ചും കൂടി എന്ത് ചെയ്യുന്നുണ്ട്? ആക്ട് ചെയ്യുന്നുണ്ട്.
സോ നിങ്ങൾ ആലോചിച്ചേ ഈ പറയുന്ന ഗാമ ഡാഷ് ഇസഡ് ഗാമ ഡബ്ല്യു എച്ച് ഒരു വിധത്തിൽ ബാലൻസ് ചെയ്ത് നിൽക്കുകയായിരിക്കും. നോക്കിയേ ഈ പാർട്ടികൾ ഈ പറയുന്ന സോയിൽ പാർട്ടികൾ ഇവിടെ നിൽക്കണമെങ്കിൽ താഴോട്ടുള്ള വെയിറ്റ് എന്തായിരിക്കണം? കൂടുതലായിരിക്കണം. ഈവൻ ദോ മുകളിലേക്ക് പ്രഷർ ആക്ട് ചെയ്യുന്നുണ്ട് പക്ഷേ അതിൻ്റെ വെയിറ്റ് താഴോട്ട് കൂടുതലായതുകൊണ്ടാണ് അത് ഇവിടെ നിൽക്കുന്നത്. ഇനി അതല്ല ഇത് രണ്ടും ഈക്വൽ ആയാലോ, ഗാമ ഡാഷ് ഇസഡ് ഈസ് ഈക്വൽ ടു ഗാമ ഡബ്ല്യു എച്ച് ആയി കഴിഞ്ഞാലോ അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ദിസ് ഈസ് എ പോർ വാട്ടർ പ്രഷർ അല്ലേ, ഇതാണ് നമ്മുടെ ഇപ്പം പോർ വാട്ടർ പ്രഷർ യു ഇതാണ്. ആൻഡ് ഇപ്പോൾ ദ ടോട്ടൽ സ്ട്രെസ് ആക്ടിങ് ഓൺ ദ പാർട്ടിക്കിൾ എത്രയാണ്? യെസ്, ദിസ് ഈസ് എ ടോട്ടൽ സ്ട്രെസ് ആക്ടിങ്. ക്ലിയർ? ദിസ് ഈസ് എ ടോട്ടൽ സ്ട്രെസ് ആക്ടിങ് സിഗ്മ. ആൻഡ് നമുക്കറിയാം സിഗ്മ ഡാഷ് വിൽ ബി ഈക്വൽ എന്തായിരിക്കും? സിഗ്മ ഡാഷ് വിൽ ബി ഈക്വൽ ടു സിഗ്മ മൈനസ് യു ആയിരിക്കും. അതായത് ഗാമ ഡാഷ് ഇസഡ് മൈനസ് എന്തായിരിക്കും? ഗാമ ഡബ്ല്യു എച്ച് ആയിരിക്കും. ആൻഡ് ഇഫ് ഇൻ എനി കേസ് ഗാമ ഡാഷ് ഇസ് ഈക്വൽ ടു ഗാമ ഡബ്ല്യു എച്ച് ആയി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങളുടെ സിഗ്മ ഡാഷ് 0 ആയി. അതായത് പാർട്ടിക്കിൾ തമ്മിലുള്ള ഈ ഇന്റർഗ്രാനുലർ കോണ്ടാക്ട് 0 ആയി എന്ന് വെച്ചാൽ പാർട്ടിക്കിൾ നമ്മുടെ ഫ്ലോന്റെ കൂടെ പുറത്തേക്ക് വരും. എന്തുകൊണ്ടാണ് പുറത്തേക്ക് വരുന്നത്? യെസ്, ഇപ്പോൾ സിഗ്മ ഡാഷ് 0 ആയി കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയേ ആകെ നമ്മുടെ ഷിയർ സ്ട്രെങ്ത് എന്തായിരുന്നു? സിഗ്മ ഡാഷ് ഇൻറ്റു ടാൻ ഫൈവ് ആയിരുന്നു. സോ ടോ ഈസ് ഈക്വൽ ടു സിഗ്മ ഡാഷ് ടാൻ ഫൈവ്. ഇതിൽ സിഗ്മ ഡാഷും കൂടി 0 ആയാലോ ടോ ഈസ് ഈക്വൽ ടു എന്താവും? 0 ആയി. എടോ അതായത് സോയിൽ പാർട്ടികൾ തമ്മിൽ പിടുത്തമില്ല. ഒരു സോയിൽ പാർട്ടിക്കിളും മറ്റൊരു സോയിൽ പാർട്ടിക്കിളും തമ്മിൽ യാതൊരു പിടുത്തമില്ല. അതുകൊണ്ട് എന്താ സംഭവിക്കുക? നിങ്ങളുടെ അപ്വേർഡ് ഫ്ലോൻ്റെ കൂടെ നിങ്ങളുടെ ഫ്ലോ അപ്വേർഡിലൂടെ അല്ലേ, മുകളിലോട്ടല്ലേ ഫ്ലോ നടക്കുന്നത്, ഈ ഫ്ലോൻ്റെ കൂടെ ആരും കൂടി പുറത്തേക്ക് പോകും? നിങ്ങളെ സോയിൽ പാർട്ടിക്കിൾ കൂടി തെറിച്ച് പുറത്തേക്ക് പോകും. എന്ത് ചെയ്യും? ഈ ഫ്ലോയുടെ കൂടെ പുറത്തേക്ക് വരും. ഈ ഒരു പ്രതിഭാസമാണ് എന്ത്? ക്വിക്സാൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ദിസ് ഇസ് ടേംഡ് ആസ് ക്വിക്സാൻഡ് കണ്ടീഷൻ. ക്ലിയർ അല്ലേ? ദിസ് ഇസ് ടേംഡ് ആസ് ക്വിക്സാൻഡ് കണ്ടീഷൻ. ഓക്കെ, സോ വാട്ട് ഹാപ്പൻസ്? യെസ്, ഇതാണ് മൂന്നാമത്തെ പോയിന്റ് നമ്മൾ എഴുതിയിരിക്കുന്നത്. When the submerged unit weight of the particle becomes equal to the upward pressure, sigma dash effective stress will be equal to 0, which causes, നാലാമത്തെ പോയിന്റ് ആക്കി എഴുതാം, that is therefore the shear stress will become 0, because of which the soil particles move along with the upward water flow. The upward flow of water or water flowing. This phenomenon is known as quicksand condition. Clear അല്ലേ? അതായത് നിങ്ങളുടെ ഫ്ലോ സോയിലിൻ്റെ ഇടയിലൂടെ മുകളിലോട്ട് ഫ്ലോ വരുന്നുണ്ട്, മുകളിലോട്ട് ഫ്ലോ നടക്കുന്നുണ്ട്. ആ ഫ്ലോ മുകളിലോട്ട് വരുന്നതിൻ്റെ കൂടെ അതിൻ്റെ കൂടെ തന്നെ സോയിൽ എന്ത് ചെയ്യാണ്? അതിൻ്റെ ഫ്ലോൻ്റെ കൂടെ അങ്ങ് പോവുകയാണ്. കാരണം സോയിലിന് നിയർ ബൈ ആയിട്ടുള്ള പാർട്ടികളായിട്ട് കോണ്ടാക്ട് എല്ലാം നശിച്ചു. സോ സോയിൽ പാർട്ടികൾ വെറുതെ നിൽക്കുകയാണ്, അത് ഫ്ലോൻ്റെ കൂടെ പുറത്തേക്ക് വരും. ക്ലിയർ അല്ലേ? യെസ്, നിങ്ങൾ വെള്ളം തിളയ്ക്കുന്ന കണ്ടിട്ടുണ്ടോ? തീർച്ചയായും കണ്ടിട്ടുണ്ടാവും. അതേപോലെ സോയിൽ നമ്മളിങ്ങനെ തിളച്ച് മറിയും. ദാറ്റ് ഈസ് ഫ്ലോൻ്റെ കൂടെ അപ്വേർഡ് വരികയാണ്. ഇനി ഇത്രയും പോയിന്റുകൾ എഴുതുക. ഈ കണ്ടീഷൻസ് നിർബന്ധമാണ്. എന്തൊക്കെയാണ് കണ്ടീഷന്? എവിടെ സംഭവിക്കുള്ളൂ? കൊഹഷൻലെസ് സോയിലേ സംഭവിക്കുള്ളൂ. അവിടെ ഫ്ലോ ഷുഡ് ബി ഇൻ ദ അപ്വേർഡ് ഡയറക്ഷൻ. ആൻഡ് ഇൻ സം കേസ് ദ സബ്മേർജ്ഡ് വെയിറ്റ് ഓഫ് ദ പാർട്ടിക്കിൾ വിൽ ബി ഈക്വൽ ടു അപ്വേർഡ് സീപ്പേജ് പ്രഷർ ആകുമ്പോൾ നമ്മുടെ എഫക്റ്റീവ് സ്ട്രെസ് 0 ആവുകയും ആയി കഴിഞ്ഞാൽ ഷിയർ സ്ട്രെങ്ത് മൊത്തം 0 ആവും സോയിൽ മാസിൽ. അതുകൊണ്ട് സോയിൽ പാർട്ടിക്കിൾസിന് എവിടെയും പിടുത്തമില്ല. ദേ ഡോണ്ട് ഹാവ് എനി കോൺടാക്ട്, ദേ ഡോണ്ട് ഹാവ് എനി അട്രാക്ഷൻ ഓർ ഫോഴ്സ് വിച്ച് ഹെൽഡിങ് ദം ഇൻ ദ സോയിൽ മാസ്. അതുകൊണ്ട് അപ്വേർഡ് ഫ്ലോൻ്റെ കൂടെ നമ്മുടെ സോയിൽ പാർട്ടികളും പുറത്തേക്ക് ചാടാൻ തുടങ്ങും. അതിനെയാണ് ക്വിക്സാൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ കൂടി വരച്ച് വെച്ചാൽ യു വിൽ ഗെറ്റ് ദ ഹോൾ 5 മാർക്സ്. നമ്മൾ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്തത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഓക്കെ, ഇഫ് യു നോ ദ തിങ്സ് ഇറ്റ് ഈസ് വെരി സിമ്പിൾ. സോ നോക്കിയേ, നമ്മളൊരു എക്സ്കവേഷൻ ചെയ്യാണ്. ഇതാണ് നമ്മുടെ ഗ്രൗണ്ട് ലെവൽ എക്സാമ്പിൾ. ഇത് സംഭവിക്കുന്ന ഒരു പ്രാക്ടിക്കൽ കേസാണ് പറയുന്നത്. ഇതാണ് ഗ്രൗണ്ട് ലെവൽ. ആൻഡ് ഇവിടെ ഈ ഗ്രൗണ്ട് ലെവൽ നോക്കിയേ, ഗ്രൗണ്ട് വാട്ടർ ടേബിൾ ഇവിടെയുള്ളത്. ഇവിടെയാണ് അല്ലേ, ഇവിടെയാണ് വാട്ടർ ഉള്ളത്. സോ നോക്കിയേ, വാട്ട് വി ഡൂയിങ് ഈസ് നമ്മളിവിടെ ഒരു എക്സ്കവേഷൻ നടത്തുകയാണ്. ഓക്കെ, ഒരു എക്സ്കവേഷൻ നടത്തുമ്പോൾ അല്ലെ ഒരു കുഴി കുഴിക്കുകയാണ്. സോ ഇത്ര എക്സ്കവേറ്റ് ചെയ്തു. തീർച്ചയായിട്ടും ഈ എക്സ്കവേഷൻ നോക്കുമ്പോൾ ഇത്രയും വെള്ളം കാണില്ലേ? ഈ വാട്ടർ നമ്മൾ എന്ത് ചെയ്തു? ഇത്രയും വെള്ളം കാണും, കാരണം ഗ്രൗണ്ട് വാട്ടർ ടേബിൾ ഇവിടെയല്ലേ. ആദ്യം നമ്മൾ എന്ത് ചെയ്തു? ഈ വാട്ടറിനൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്?
യെസ് പമ്പ് ചെയ്ത് മുകളിൽ പുറത്തേക്ക് കളഞ്ഞു. ഓക്കെ, സോ കുഴി കുഴിക്കുന്നതനുസരിച്ച് നമ്മൾ വാട്ടർ എന്ത് ചെയ്യുന്നുണ്ട്, പുറത്തേക്ക് എന്ത് ചെയ്യുന്നത്, നമ്മൾ യെസ് പമ്പ് ചെയ്ത് കളയുന്നുണ്ട്. പക്ഷേ പ്രശ്നം എന്താണ്, എത്ര നിങ്ങൾ പമ്പ് ചെയ്ത് കഴിഞ്ഞാലും ഇനി ഇതിൻ്റെ ചുറ്റും എന്തുണ്ട്, വാട്ടർ ഇത്രയും ഹൈറ്റിൽ അവൈലബിൾ അല്ലേ, സോ ഈ വാട്ടർ മൊത്തം എന്താ ചെയ്യാൻ തുടങ്ങും, എന്ത് ചെയ്യാൻ തുടങ്ങും, ഈ സോയിലിൻ്റെ മുകളിൽ അപ്വേർഡ് ഡയറക്ഷനിൽ ഫ്ലോ കാരണം പ്രഷർ എക്സേർട്ട് ചെയ്യും. ക്ലിയർ അല്ലേ? നോക്കി, ഇത്രയും ഇതിൻ്റെ സൈഡിലൊക്കെ വാട്ടർ ഇത്രയും ഹൈറ്റിൽ അവൈലബിൾ ആണ് അല്ലേ, അറ്റ് ദീസ് ഹൈറ്റിൽ ഇത്രയും ഹൈറ്റിൽ എന്ത് അവൈലബിൾ ആണ്, യെസ് വാട്ടർ അവൈലബിൾ ആണ്. അത് എന്ത് എക്സേർട്ട് ചെയ്യും, നമ്മുടെ സോയിൽ മാസിൻ്റെ മുകളിൽ അപ്വേർഡ് ഡയറക്ഷനിൽ എന്ത് എക്സേർട്ട് ചെയ്യും, പ്രഷർ എക്സേർട്ട് ചെയ്യും. ആൻഡ് ഈ പ്രഷർ ഇങ്ങനെ എക്സേർട്ട് ചെയ്ത് കൂടുതലാകുമ്പോൾ യെസ് ഇതിലൂടെ ഫ്ലോ പുറത്തേക്ക് വരാൻ തുടങ്ങും. ഫ്ലോ ഇത്രയൊന്നും പുറത്തേക്ക് വരില്ല. ഓക്കെ, ഫ്ലോ എന്ത് ചെയ്യും, യെസ് കൂടുതലായിരിക്കും. സോ ഫ്ലോ പുറത്തേക്ക് വരാൻ തുടങ്ങും. ഈ ഫ്ലോ പുറത്തേക്ക് വരുന്നതിനനുസരിച്ച് അതിൻ്റെ കൂടെ എന്തും കൂടി വരും, നിങ്ങൾക്ക് കാണാൻ പറ്റും ചിലപ്പം നമ്മുടെ ആ സോയിൽ പാർട്ടിക്കിൾസും. ഓക്കെ, ഈ ഫ്ലോൻ്റെ കൂടെ സോയിൽ പാർട്ടികളും പുറത്തേക്ക് ഇങ്ങനെ ചാടാൻ തുടങ്ങും. പുറത്തേക്ക് ഇങ്ങനെ തിളച്ച് മറിയും. എന്നുവെച്ചാൽ ഇങ്ങനെ തെറിച്ചൊന്നും പോകില്ല. ഓക്കെ, വെള്ളം തിളയ്ക്കുന്ന പോലെ സോയിൽ ഇങ്ങനെ തിളയ്ക്കും. വെള്ളം തിളയ്ക്കുന്ന കണ്ടിട്ടുണ്ടോ, അതേപോലെ സോയിൽ തിളയ്ക്കും. അതാണ് ക്യുക്സ് ആൻഡ് കണ്ടീഷൻ. ഇറ്റ് ഈസ് ഓൾസോ ടേംഡ് ആസ് ബോയിലിംഗ് കണ്ടീഷൻ. നിർബന്ധമാണ് നിങ്ങൾ ഈ പറയുന്ന സാധനങ്ങൾ എഴുതണം. കോശലിലെ സോയിൽ മാസ് എന്ന് എഴുതണം, ഫ്ലോ അപ്വേർഡ് എന്ന് എഴുതണം. യെസ് സബ്മേർജ്ഡ് യൂണിറ്റ് വെയിറ്റ് ഓഫ് ദ പാർട്ടിക്കിൾ ഈക്വൽ ടു എന്താവും, സീപ്പേജ് പ്രഷർ ആകുമ്പോൾ സിഗ്മ ഡാഷ് 0 ആവുകയും ടോ 0 ആവുകയും ക്യുക്സ് ആൻഡ് കണ്ടീഷൻ ഒക്കെ ചെയ്യും എന്ന് പറയണം. ക്ലിയർ ആണോ? യെസ്, ഇപ്പം നിങ്ങൾക്ക് 5 മാർക്ക് കിട്ടും. ആൻഡ് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാൻ വേണ്ടിയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. ക്ലിയർ? ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, കടക്കാം. യെസ്, ഏതാണ് 15ൽ ബി വേണ്ടേ? 15ൽ ബി എന്താണ്? യെസ്, ഇറ്റ് ഈസ് എ ന്യൂമറിക്കൽ ആണ്. 9 മാർക്കിൻ്റെ ന്യൂമറിക്കൽ ആണ്. ശ്രദ്ധിക്കുക, ദിസ് ഇസ് 9 മാർക്ക് ന്യൂമറിക്കൽ. സോ നമുക്ക് പ്രോപ്പറായിട്ട് ഫിഗറും കൂടി വരയ്ക്കണം, എന്നാലേ മാർക്ക് കിട്ടുള്ളൂ. ക്ലിയർ അല്ലേ? യെസ്, നോക്കിയേ, എ സോയിൽ പ്രൊഫൈൽ കൺസിസ്റ്റ് ഓഫ് ലെയർ ഓഫ് സാൻഡ് ആണ് 3 മീറ്റർ തിക്നെസ്. ഓക്കെ, ഫസ്റ്റ് എന്താ ഉള്ളത്, 3 മീറ്റർ തിക്കിൽ 3 മീറ്റർ തിക്നെസ്സിൽ ഫസ്റ്റ് എന്താ ഉള്ളത്, സാൻഡ് ആണുള്ളത്. ഹാവിങ് എ ബൾക്ക് യൂണിറ്റ് വെയിറ്റ് ഓഫ് 16 km3. ഓക്കെ, ആൻഡ് ആൻ ഇന്റർമീഡിയറ്റ് ലെയർ, അതായത് സാൻഡ് കഴിഞ്ഞാൽ സാൻഡ് 3 മീറ്റർ ആണ്, അതിൻ്റെ താഴെ ഇന്റർമീഡിയറ്റ് ലെയർ എത്രയാണ്, ഓഫ് ക്ലേ 3.5 മീറ്റർ തിക്നെസ് ഹാവിങ് എ സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയിറ്റ് ഓഫ് 20 km/m3 ആണ്. സോ ആദ്യം സാൻഡ് ആണ് 3 മീറ്റർ, പിന്നെ അതിന് താഴെ എന്തുണ്ട്, 3.5 മീറ്ററിൽ ക്ലേ ഉണ്ട്. ആൻഡ് എ ബോട്ടം ലെയർ ഓഫ് സാൻഡ് ഓഫ് 5 മീറ്റർ തിക്നെസ്, ഇറ്റ് ഈസ് ഓൾസോ ഹാവിങ് എ സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയിറ്റ് ഓഫ് 18 km/m3 ആണ്. സോ ആദ്യം സാൻഡ് ആണ് 3 മീറ്റർ, പിന്നെ ക്ലേ ആണ് 3.5 മീറ്റർ, വീണ്ടും സാൻഡ് ആണ് അടിയിൽ. യെസ് 5 മീറ്റർ ആണ് അല്ലേ, 5 മീറ്റർ ആണ്. ക്ലിയർ? യെസ്, ഇനി നോക്കിയേ, ഡിറ്റർമൈൻ ദ ടോട്ടൽ സ്ട്രെസ്, ന്യൂട്രൽ സ്ട്രെസ് ആൻഡ് എഫക്റ്റീവ് സ്ട്രെസ് അറ്റ് ടോപ്പ്, അറ്റ് ബോട്ടം ആൻഡ് അറ്റ് ഇന്റർഫേസ് ഓഫ് ലേയേഴ്സ് ആണ്. ഓക്കെ, ആൻഡ് പ്ലോട്ട് ദ വേരിയേഷൻ ഓഫ് ദീസ് സ്ട്രെസ്സസ്. ടോട്ടൽ സ്ട്രെസ്സിൻ്റെയും എഫക്റ്റീവ് സ്ട്രെസ്സിൻ്റെയും പോർ വാട്ടർ പ്രഷറിൻ്റെയും ഗ്രാഫുകൾ വരയ്ക്കുകയും വേണം, വേരിയേഷൻ വരയ്ക്കുകയും വേണം. ക്ലിയർ അല്ലേ? യെസ്, നോക്കല്ലേ? യെസ്. സോ ഫസ്റ്റ് നമുക്ക് എന്ത് വരയ്ക്കാം, ആദ്യം നമുക്ക് എന്ത് വരച്ച് വെക്കാം, നമുക്ക് അതിൻ്റെ ഗ്രൗണ്ട് പ്രൊഫൈൽ വരയ്ക്കാം. ഓക്കെ, അവർ തന്ന പോലെ നമുക്ക് ഗ്രൗണ്ട് പ്രൊഫൈൽ എന്ന് വരയ്ക്കാം. സോ ഇഫ് യു ലുക്ക് അറ്റ് ദിസ്, ഇതാണ് നമ്മുടെ സോയിൽ മാസ്, ഇതാണ് നമ്മുടെ ഗ്രൗണ്ട് ലെവൽ വരുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് ദ ഗ്രൗണ്ട് ലെവലാണ് വരച്ചിരിക്കുന്നത്. ഇതിന് 3 മീറ്റർ താഴെ അല്ലേ, 3 മീറ്റർ താഴെ എന്തുണ്ട്, 3 മീറ്റർ താഴെ നമുക്ക് സാൻഡ് ഉണ്ട്. സോ ഇത്രയും ഡെപ്തിൽ എന്താ ഉള്ളത്, സാൻഡ് ആണുള്ളത്. ഓക്കെ, ലെറ്റ് മീ നെയിം ദാറ്റ് ആസ് 1-1, ലെവൽ 1-1 ആണ്. ഓക്കെ, ലെവൽ 2-2 എന്ന് പറയാം, ലെറ്റ്സ് സേ ദിസ് ഇസ് ലെവൽ 1-1, ഇതാണ് ലെവൽ 2-2. ഓക്കെ, ദെൻ ഇതിന് താഴെ എന്തുണ്ട്, 3.5 മീറ്റർ ഡെപ്തിൽ ക്ലേ ഉണ്ട്. ഓക്കെ, ആൻഡ് ലെറ്റ്സ് സേ ദിസ് ഇസ് ലെവൽ 3-3, ആൻഡ് ഈ ക്ലേക്ക് താഴെ എന്തുണ്ട്, ഒരു 5 മീറ്റർ ഡെപ്തിൽ എന്തുണ്ട്, യെസ് വി ആർ ഹാവിംഗ് സാൻഡ് ആണ്. ഓക്കെ, സോ അതാണ് അവസാനിക്കുന്നത്. ലെറ്റ്സ് സേ ദിസ് ഇസ് ദ ബോട്ടം ലെവൽ, ദാറ്റ് ഈസ് ലെവൽ 4-4 ആണ്. ക്ലിയർ അല്ലേ? യെസ്. ഇനി ഗാമ പറഞ്ഞേ എത്രയാണ്, 16, 20, 18 ആണ് അല്ലേ. സോ ഇവിടെ ഗാമ എത്രയാണ്, ഹിയർ ദ ഗാമ ഇസ് ഈക്വൽ ടു 16 kN/m3, ഹിയർ ഇറ്റ് ഈസ് 20 kN/m3, ആൻഡ് ഇവിടെ എത്രയാണ് 18 ആണ്. ക്ലിയർ അല്ലേ? യെസ്, ദിസ് ഇസ് kN/m3. ഫിഗറൊക്കെ നല്ലപോലെ വരയ്ക്കും. ഓക്കെ, kN/m3. തന്നിരിക്കുന്ന ഡാറ്റ നിങ്ങൾ കറക്റ്റ് വരയ്ക്കുന്നുണ്ടോ എന്നുള്ളതിന് മാർക്ക് ഉണ്ട്. ഇത് വരച്ച് കഴിഞ്ഞാൽ തന്നെ 1 മാർക്ക് 1.5 മാർക്ക് ഉണ്ടാവും. ഈസർ? ഓക്കെ, യെസ്. സോ ഇതാണ് അവസ്ഥ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, യെസ് ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് നമ്മൾ എല്ലാ ലെവലും എവിടെ കണ്ടുപിടിക്കണം, ടോപ്പിൽ കണ്ടുപിടിക്കണം, ബോട്ടത്തിൽ കണ്ടുപിടിക്കണം, ആൻഡ് ഇന്റർമീഡിയറ്റ് ലെവൽസ്, അതായത് at 1-1, 2-2, 3-3, 4-4 എല്ലാ സ്ഥലത്തും നമ്മൾ സിഗ്മ
u and sigma dash കണ്ടുപിടിക്കണം. Okay, so let's find out for level 11. Level 11 നോക്കിയേ, level 11 നോക്കൂ, level 11 നോക്കിയേ. അതിന് മുമ്പ് നമുക്കറിയാം യെസ് സിഗ്മ ഇസിക്കൽ എന്തായിരുന്നു, നമ്മൾ പറഞ്ഞു ഗാമ ഇസഡ് ആണ് അല്ലേ, ഗാമ ഇസഡ് ആണ്. സോ യൂണിറ്റ് വെയിറ്റ് ഇൻടു ഇസഡ് ആണ്. നോക്കിയേ ലെവൽ 11 എന്തായിരിക്കണോ, ഇസഡ് ഈക്വൽ 0 അല്ലേ, ഇസഡ് ഈക്വൽ എത്രയാണ്, 0 ആണ് അല്ലേ, ദർ ഈസ് നോ ഡെപ്ത്. സോ ഇസഡ് ഈക്വൽ 0 ആയതുകൊണ്ട് യെസ് ദിസ് വിൽ ബി ഈക്വൽ ടു സിഗ്മ ഈക്വൽ ടു ടോപ്പ് എന്താണ് 0 ആണ്. രണ്ടാമത്തത് ഫൈൻഡ് ഔട്ട് പോർ വാട്ടർ പ്രഷർ വിച്ച് ഇസ് ഗാമ ഡബ്ല്യു ഇൻറ്റു യെസ് എച്ച് ആണ്, ഗാമ ഡബ്ല്യു ഇൻറ്റു എച്ച് ആണ്. നോക്കിയേ ലെവൽ 11 അല്ലേ, അവിടെ വെള്ളത്തിൻ്റെ അംശം പോലും ഇല്ല, പോരാത്തതിന് ഡെപ്തും ഇല്ല ഹൈറ്റും ഇല്ല അല്ലേ, ഏറ്റവും ടോപ്പ് അല്ലേ. സോ രണ്ടും 0 ആണ്. സോ എച്ച് ഈസ് ഓൾസോ 0, ദർ ഈസ് നോ വാട്ടർ ഓൾസോ. സോ യു എന്താണ് 0 ആണ്. ആൻഡ് ഇവിടെ മൂന്നാമത്തെ സാധനം കണ്ടുപിടിക്കാൻ ദാറ്റ് ഈസ് സിഗ്മ ഡാഷ് ഇസിക്കൽ എന്താണ്, സിഗ്മ മൈനസ് യു ആണ്. ഓക്കെ എ ബി സി എന്ന് കൊടുക്കാം അല്ലേ, സോ കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ലെറ്റ്സ് സേ ആദ്യം നമ്മളെന്താ എ ബി സി ക്ലിയർ അല്ലേ, സിഗ്മ യു ദെൻ സിഗ്മ ഡാഷ് ഈസ് സിഗ്മ മൈനസ് യു ദാറ്റ് ഈസ് സിഗ്മ ഡാഷ് ഈസ് ഓൾസോ ഈക്വൽ എന്താണ് 0 ആണ്, സിഗ്മ ഡാഷ് ഈസ് ഓൾസോ ഈക്വൽ എന്താണ് 0 ആണ്. ക്ലിയർ അല്ലേ യെസ്. നൗ ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് ഫോർ ദ ലെവൽ 2. ലെവൽ 2ന് വേണ്ടി കണ്ടുപിടിക്കാം, കാര്യങ്ങൾ പറയൂ. ആദ്യം എന്താ കണ്ടുപിടിക്കേണ്ടത്, സിഗ്മ ഈസ് ഈക്വൽ ടു യെസ് ഗാമ ഇൻറ്റു ഇസഡ് ആണ്. പറയൂ എന്താണ് ഇത് സിഗ്മ ഉണ്ടാവുക. യെസ് വെൻ യു ലുക്ക് അറ്റ് ദിസ് ലെവൽ 2 ആണ്. ലെവൽ 2 എന്ന് പറയുമ്പോൾ കാണുന്നില്ലേ എത്ര ഡെപ്ത്, ഇസഡ് ഈക്വൽ എത്രയാണ്, 3 മീറ്റർ ആണ്. ആ ഡെപ്തിൽ എന്താ ഉള്ളത്, സാൻഡാണ് ഉള്ളത് വിച്ച് ഇസ് ഹാവിംഗ് ഗാമ ഓഫ് 16 ആണ്. ക്ലിയർ അല്ലേ. സോ എന്താ ഉണ്ടാവുക, ദിസ് ഈസ് ഗാമ എത്രയാണ് 16 ഇൻറ്റു 3 മീറ്റർ ആണ് ഉണ്ടാവുക, ദാറ്റ് ഈസ് 48 കിലോന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് ആണ്. ക്ലിയർ അല്ലേ, എല്ലാ സ്റ്റെപ്പും എഴുതണേ. ആൻഡ് പിന്നെ നമ്മൾ എന്താ കണ്ടുപിടിക്കുക, പോർ വാട്ടർ പ്രഷർ കണ്ടുപിടിക്കണം വിച്ച് ഇസ് ഗാമ ഡബ്ല്യു ഇൻറ്റു ഹൈറ്റ് ഓഫ് ദ വാട്ടർ ആണ്. നോക്കിയേ ഈ ക്വസ്റ്റിൽ പറയുന്നുണ്ട്, ഈ ക്വസ്റ്റിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് യെസ്. നോക്കിയേ ഇവിടെ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്, എന്താ പറയുന്നത്, എ സോയിൽ പ്രൊഫൈൽ ഓഫ് ലെയർ ഓഫ് സാൻഡ് 3 മീറ്റർ തിക്നെസ് ഹാവിംഗ് എ ബൾക്ക് യൂണിറ്റ് വെയിറ്റ്, ആൻഡ് ഇന്റർമീഡിയറ്റ് ലെയർ ഓഫ് ക്ലേ 3.5 മീറ്റർ തിക്നെസ് ഹാവിംഗ് എ സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയിറ്റ് ആണ്. അതായത് ക്ലേ എന്താണ് സാച്ചുറേറ്റഡ് ആണ്. നോക്കിയാൽ ആദ്യം 3 മീറ്റർ സാൻഡ് ആണ്, പിന്നെ അതിന് താഴെ 3.5 മീറ്റർ ക്ലേ ആണ്. പക്ഷേ ക്ലേ സാച്ചുറേറ്റഡ് ആണ്. എപ്പോഴാണോ ക്ലേ സാച്ചുറേറ്റഡ് ആവുക, ബിക്കോസ് ഇവിടുന്ന് ക്ലേ ഇവിടെ മുതൽ എന്തുണ്ട് നമുക്ക്, ഇവിടെ മുതൽ പിന്നെ അങ്ങോട്ട് എന്താണ് വാട്ടർ ടേബിൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് അല്ലേ. കാരണം ഇതിന് താഴെയുള്ളൊക്കെ എന്താണ്, നോക്കി ഇത് സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയിറ്റ് ആണ് തന്നിരിക്കുന്നത്, ഇതും സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയിറ്റ് ആണ് തന്നിരിക്കുന്നത്. ഈ തന്നിരിക്കുന്ന യൂണിറ്റ് വെയിറ്റ് എന്താണ്, അത് ബൾക്കാണ്, അത് നനഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നില്ല. ക്ലിയർ അല്ലേ. സോ നമുക്കെന്ത് പറയാം, യെസ് വി ആർ ഹാവിംഗ് സാച്ചുറേഷൻ അല്ലെങ്കിൽ വാട്ടർ ലെവൽ എവിടെ ഉണ്ട് 2.2-ലാണുള്ളത്, ഇവിടെ താഴോട്ട് മൊത്തം എന്തിരിക്കുകയാണ്, നനഞ്ഞിരിക്കുകയാണ്. ക്ലിയർ നോക്കല്ല യെസ്. സോ നോക്കിയാൽ ലെവൽ 2.2 നോക്കിയാൽ ലെവൽ 2.2 എന്തില്ല, നമുക്ക് ഡെപ്ത് ഓഫ് ദ വാട്ടർ ഇല്ല. കാരണം ഡെപ്ത് ഓഫ് ദ വാട്ടർ എവിടെയാണ് തുടങ്ങുന്നത്, ലെവൽ 2.2-ലാണ് അല്ലെ, ലെവൽ 2.2-ന് താഴോട്ടാണ് ഡെപ്ത് ഓഫ് വാട്ടർ ഉള്ളത്. സോ ഇൻ ദ ഇസഡ് സാൻഡ് ലെയറിൽ ഇപ്പോൾ എന്തില്ല, ഒരു തരി വെള്ളം പോലും ഇല്ല. സോ എഗെയിൻ അവിടെ 0 ആണ്. സോ യു ഇസിക്കൾ ഇവിടെ എന്തായിരിക്കും 0 ആയിരിക്കും. അതായത് സി ഇസിക്കൾ എന്താണ്, സിഗ്മ ഡാഷ് ഇസിക്കൾ ടു സിഗ്മ മൈനസ് യു ആണ്. ഹിയർ യെസ് യു ഇസിക്കൾ ടു 0 ആയതുകൊണ്ട് സിഗ്മ ഡാഷ് വിൽ ബി ഇസിക്കൾ ടു സിഗ്മ ആയിരിക്കും വിച്ച് ഇസിക്കൾ ടു 48 കിലോന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ്. സോറി മീറ്റർ സ്ക്വയർ ആണ് അല്ലേ, മീറ്റർ ക്യൂബ് അല്ലല്ലോ, സ്ട്രെസ് അല്ലേ പറയുന്നത്. സോ ദിസ് ഈസ് സ്ക്വയർ. ഓക്കെ ഡെഫിനറ്റ്ലി കിലോന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ക്ലിയർ ഈസ് ദാറ്റ് ഓക്കെ. യെസ് സിമിലർലി ഫൈൻഡ് ഔട്ട് ഫോർ ലെവൽ 3. ലെവൽ 3 കണ്ടുപിടിക്കൂ. ലെവൽ 3 ലെറ്റ്സ് ഗോ ഫോർ ലെവൽ 3. ലെവൽ 3 പറയടോ. യെസ് ലെവൽ 3 എന്ന് പറയുമ്പോൾ യെസ് ഇവിടെയാണ്. സോ ഇതാണ് ലെവൽ 3. അതായത് ഗ്രൗണ്ട് ലെവൽ എത്ര താഴെയാണ്, 3 + 3.5 അല്ലേ. സോ ഇസർ എത്രയായി, 3 + 3.5 ആയി. കുറച്ച് സാൻഡാണ്, കുറച്ച് ക്ലേ ആണ്. സോ ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് സിഗ്മ. ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് സിഗ്മ. സിഗ്മ ഇസിക്കൾ എന്താണ്, ഗാമ ഇൻറ്റു ഇസഡ് ആണ് അല്ലേ. അതായത് ഇവിടെ 2 ഡെപ്ത് ഇല്ലേ, കാരണം ആദ്യം 3 മീറ്ററിൽ സാൻഡാണ്, പിന്നെ 3.5 മീറ്ററിൽ എന്താണ് യെസ്. സോ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം, സിഗ്മ 1 എന്ന് കൊടുക്കാം, സോറി ഇസഡ് 1 എന്ന് കൊടുക്കാം, ഇത് ഇസഡ് 2 എന്ന് കൊടുക്കാം. ഓക്കെ സോ ദിസ് ഇസ് ഗാമ 1, this is gamma 2. Clear. So substitute the value that is this will be equal to yes gamma 1 plus z1 plus gamma 2 into z2 ആണെന്ന് വരിക. Substitute the value that is 16 into 3 plus എന്താണ് gamma 2 എത്രയാണ് 20 ആണ് into 3.5 that is 7 ആണല്ലേ. സോ എത്ര വരിക 48 plus 70. ഓക്കെ സോ അങ്ങനെ തന്നെ എഴുതുക, കാരണം ആവശ്യമുണ്ട് നമുക്ക്. ദാറ്റ് ഈസ് 48 plus 70 എന്ന് തന്നെ സ്റ്റെപ്പ് എഴുതുക, എന്നിട്ട് അതിനെ കൂട്ടി എഴുതുക. ഓക്കെ അതായിരിക്കും നന്നാവുക, കാരണം നമുക്ക് ഡയഗ്രാം വരയ്ക്കാനുള്ളതാണ്. ഓക്കെ സോ ദാറ്റ് വിൽ ബി ഈക്വൽ 118 കിലോന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് എന്ത് വരിക, നമ്മളെ സിഗ്മ വരിക. ആൻഡ് യു ക്യാൻ കാൽക്കുലേറ്റ് യു ഓൾസോ ഹിയർ. സോ ഇതാണ് ഫസ്റ്റ് തിങ് വി ആർ ഫൈൻഡിങ് ഔട്ട്. സെക്കൻഡ് തിങ് നമ്മൾ എപ്പോഴും എന്താ കണ്ടുപിടിക്കുക, യു ആണ് വിച്ച് ഈസ് ഈക്വൽ എന്താണ് ഗാമ ഡബ്ല്യു ഇൻറ്റു എച്ച് ആണ്. ഓക്കെ ആൻഡ് ലുക്ക് അറ്റ് ദിസ്,
ലെയർ 3-3ലാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിന് മുകളിൽ സാൻഡ് ഉണ്ട്, അതിൻ്റെ അകത്ത് വെള്ളമൊന്നുമില്ല. പക്ഷേ ക്ലേയിൽ ഇത്രയും ഡെപ്തിൽ എന്തുണ്ട്, വെള്ളമുണ്ട്. ബിക്കോസ് വാട്ടർ ടേബിൾ കാണുന്നില്ല ഇവിടെ. സോ 3.5 മീറ്റർ ഡെപ്തിൽ 3.5 മീറ്റർ ഡെപ്തിൽ നമുക്ക് എന്തുണ്ട്, നമുക്ക് വാട്ടർ അവൈലബിൾ ആണ്. ഓക്കെ, സോ നമുക്ക് എഴുതാം യു ദാറ്റ് ഈസ് ഈക്വൽ ടു യെസ് ഗാമ ഡബ്ല്യു 9.81 ആണ് ഇൻറ്റു ഇപ്പോൾ 3.5 മീറ്റർ ഡെപ്തിൽ വാട്ടർ അവൈലബിൾ ആണ്. സോ ഇഫ് യു ഡു ദാറ്റ് യു വിൽ ഗെറ്റ് 34.33 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. നോക്കിയേ, ഈ ഇൻഡിവിജ്വൽ സ്റ്റെപ്സിനൊക്കെ മാർക്ക് ഉണ്ടേ. എത്ര മാർക്കിൻ്റെ ക്വസ്റ്റൻ ആണിത്? ഐ ഗസ് ദിസ് ഈസ് 9 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആണ്. സോ എങ്ങനെയാണ് മാർക്ക് വരുന്നത് അറിയോ? യെസ്, ഹൗ ദ ഡിസ്ട്രിബ്യൂഷൻ ഈസ് കമ്മിങ്. നോക്കിയേ, ഞാൻ പറയാം മാർക്ക് എങ്ങനെയാണ് വരുന്നത്. നിങ്ങൾ അറ്റ് ദി ലെവൽ 1-1 അതായത് ഗ്രൗണ്ട് ലെവലിൽ സ്ട്രെസ് കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് 1 മാർക്കാണ്. യു ആർ ഗെറ്റിംഗ് മാർക്ക് നമ്പർ 1. ഓക്കെ അല്ലേ, ഇവിടെ 1 മാർക്കാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, ആൻഡ് ലെവൽ 2 നിങ്ങൾ മാർക്ക് യെസ് കാര്യങ്ങൾ കണ്ടുപിടിച്ചാൽ സിഗ്മ ഡാഷ് വരെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും? ഇവിടെ 2 മാർക്ക് കിട്ടും നിങ്ങൾക്ക്. യെസ്, ഇത്രയും സ്റ്റെപ്പ് എഴുതി കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും സ്റ്റെപ്പ് എഴുതണേ. സിമിലർലി ലെവൽ 3-3 നിങ്ങൾ സിഗ്മ ഡാഷ് കൂടി കണ്ടുപിടിച്ചാൽ, ലെവൽ 3-3 നിങ്ങൾ സിഗ്മ ഡാഷ് കൂടി കണ്ടുപിടിച്ചാൽ, അതായത് ഓപ്ഷൻ സി സിഗ്മ ഡാഷ് സികൾ എന്താണ്, സിഗ്മ മൈനസ് യു ആണ്. യെസ്, സിഗ്മ എത്രയാണ്? 118 മൈനസ് സിഗ്മ യു എത്രയാണ് വരുന്നത്? 34.33. ആൻഡ് ഇഫ് യു കാൽക്കുലേറ്റ് ദിസ് യു വിൽ ഗെറ്റ് ദ ആൻസർ 83.66 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഇത്രയും കൂടി ചെയ്ത് കഴിയുമ്പോൾ പിന്നെയും എന്ത് കിട്ടും നിങ്ങൾക്ക്? യെസ്, ലെവൽ 3-3 കൂടി കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾക്ക് മറ്റൊരു 2 മാർക്ക് കിട്ടും. ഇനി അവിടെ കണ്ടുപിടിക്കണം അറ്റ് ദ ബോട്ടം അല്ലേ. നൗ ജസ്റ്റ് ഫൈൻഡ് ഔട്ട് അറ്റ് ദ ബോട്ടം. യെസ്, ബോട്ടം എന്ന് പറയുമ്പോൾ നോക്കിയേ അറ്റ് ദ ലെവൽ 4-4ലാണ്. സോ എന്തൊക്കെയുണ്ട്? സാൻഡിൻ്റെ കണ്ടുപിടിക്കണം, ക്ലേൻ്റെ കണ്ടുപിടിക്കണം, ആൻഡ് വീണ്ടും സാൻഡിൻ്റെ കണ്ടുപിടിക്കണം. ആൻഡ് ഡെപ്ത് ഓഫ് ദ വാട്ടർ ഇപ്പോൾ എത്രയാണ്? യെസ്, 3.5 + 5 ആണ്. ക്ലിയർ അല്ലേ? സോ വെരി സിമ്പിൾ ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ അറ്റ് ദ ലെവൽ 4-4 അതും കൂടി കണ്ടുപിടിക്കുമ്പോൾ വീണ്ടും ഒരു 2 മാർക്ക് കിട്ടും. ക്ലിയർ അല്ലേ? യെസ്. പിന്നെ അപ്പോൾ എത്ര മാർക്കായി? 2 മാർക്ക്. ഇപ്പോൾ 5 മാർക്കായി. 5 2 7. ഓക്കെ, പിന്നെ ഫിഗർ വരച്ചാൽ 2 മാർക്ക് വേറെ. സോ എത്രയാണ്? അറ്റ് ലെവൽ 4 ഫൈൻഡ് ഔട്ട് ഫസ്റ്റ് വൺ സിഗ്മ വിസ് ഈക്വൽ ടു ഗാമ 1 Z1 പ്ലസ് ഗാമ 2 Z2 പ്ലസ് എവിടെ പോയി പ്ലസ് ഗാമ 3 Z3 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ഓൾ ദ വാല്യൂ ദാറ്റ് ഈസ് 16 × 3 പ്ലസ് 20 × 3.5 അല്ലേ, പ്ലസ് പിന്നെ എത്രയായിരുന്നു? 18 × 5 ആണെന്ന് വരിക, ദാറ്റ് ഈസ് 90 എന്നാണ് വരിക അല്ലേ. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു എന്താണ്? സിഗ്മ വിൽ ബി ഈക്വൽ ടു 48 + 70 + 90 എന്നാണ് വരിക അല്ലേ. 48 + 70 + 90. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 208 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് വരും. യൂണിറ്റ് എഴുതണേ. യെസ്, യു എന്താണ്? ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? ബി ദാറ്റ് ഈസ് യു ഈസ് ഈക്വൽ ടു ഗാമ ഡബ്ല്യു × എച്ച് ആണ്. ആൻഡ് ഇപ്പോൾ ഗാമ ഡബ്ല്യു എത്രയാണോ? 9.81 ആണ്. എപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ. എച്ച് എത്രയാണ്? വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് എച്ച്? നോക്കിയാൽ വാട്ടർ ടേബിൾ എവിടെയാണുള്ളത്? നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് 4-4ലാണ്, അതായത് 3.5 + 5 അല്ലേ. സോ അങ്ങനെ തന്നെ എഴുതാൻ വേണമെങ്കിൽ യെസ്, വേണമെങ്കിൽ സെപ്പറേറ്റ് ആക്കി എഴുതാം, അല്ലെങ്കിൽ എങ്ങനെ എഴുതാം നോക്കിയേ. ഇത് ആവശ്യമുണ്ടാവും, സെപ്പറേറ്റ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഗുണമുണ്ട്, അതുകൊണ്ടാണ്. യെസ്, സോ എന്താണ് നമുക്ക് എഴുതേണ്ടത്? ഗാമ ഡബ്ല്യു H1 പ്ലസ് ഗാമ ഡബ്ല്യു H2 ആണ്. ഇങ്ങനെ സെപ്പറേറ്റ് ആക്കി എഴുതുക, നല്ലതായിരിക്കും. ഓക്കെ, സോ 9.81 × 3.5 പ്ലസ് 9.81 × 5 ആണ്. ക്ലിയർ? സോ സെപ്പറേറ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് എത്രയാണ് വരുന്നത്? യെസ്, അത് സെപ്പറേറ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തേ. 9.81 × 3.5 എത്രയായിരുന്നു? 34.33 ആയിരുന്നു അല്ലേ നേരത്തെ. സോ ദിസ് മച്ച് ഈസ് 34.33 പ്ലസ് ഇത് എത്രയാണ് വരുന്നത്? ലെറ്റ് മീ കാൽക്കുലേറ്റ് ദിസ്. യെസ്, ലെറ്റ് മീ കാൽക്കുലേറ്റ്. എത്രയാണ് വരുന്നത്? 5 × 9.81 49.05 ആണ്. 49.05 എന്നാണ് വരിക. സോ ടോട്ടൽ ഇഫ് യു ലുക്ക് ദാറ്റ് വിൽ ബി 83.38 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് വരിക. ക്ലിയർ? യെസ്, സോ ദാറ്റ് ഈസ് ദ യു. ദെൻ ഫൈനലി സിഗ്മ ഡാഷ് സികൾ എന്താണ്? സിഗ്മ മൈനസ് യു ആണ്. സോ ഇഫ് യു കാൽക്കുലേറ്റ് ദാറ്റ് വിൽ ബി 208 minus 83.38 and that will be equal to 124.62 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഇതും കൂടി ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങൾക്ക് ഒരു 2 മാർക്ക് കൂടി കിട്ടും. ഓക്കെ, അറ്റ് ദ ലെവൽ 4ലും കൂടി ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? 2 മാർക്ക് കൂടി കിട്ടും. സോ ഇപ്പോൾ എത്ര മാർക്കായോ? 2 മാർക്ക് ഇവിടെയായി. നോക്കിയാൽ കണ്ടമാനം മാർക്കാണ്. 2 മാർക്ക് ഇവിടെയായി ലെവൽ 4ൽ.
ലെവൽ 3ൽ 2 മാർക്ക്, സോ 4 മാർക്കായി. ലെവൽ 2ൽ 2 മാർക്ക്, 6 മാർക്കായി. ലെവൽ 1 1 മാർക്ക്, സോ ഇപ്പോൾ 7 മാർക്കായി. ഇനി 2 മാർക്ക് കൂടി ഉണ്ട്, അത് ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്, ദ വേരിയേഷൻ ആണ്. ഓക്കെ, സോ ഇഫ് യു ലുക്ക് അറ്റ് ദ വേരിയേഷൻ, തീർച്ചയായിട്ടും ലെറ്റ്സ് ഡ്രോ ദ വേരിയേഷൻ. ആദ്യം നമുക്ക് എന്ത് വരയ്ക്കാം? യെസ്, ലെറ്റ്സ് ഡ്രോ ദ വേരിയേഷൻ ഫോർ സിഗ്മയാണ്. ആദ്യം നമുക്ക് സിഗ്മ വരയ്ക്കാം അല്ലേ? യെസ്, ലെറ്റ്സ് ഡ്രോ ദ സിഗ്മയാണ്. സോ ഇത് നമുക്ക് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം, ഓരോ ലെവലും നമ്മളിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാണ്. ഓക്കെ, യെസ്, യു ടെൽ മീ വാട്ട് ഇസ് എ വേരിയേഷൻ? വാട്ട് ഇസ് എ വേരിയേഷൻ പറയൂ. യെസ്, ആദ്യം നമ്മൾ സ്ട്രേറ്റ് ലൈൻ വരച്ചു അല്ലേ? സിഗ്മ എത്രയായിരുന്നു അറ്റ് ദീസ് ലെവലിൽ? സിഗ്മ അറ്റ് ദീസ് ലെവൽ പറയൂ. വെയിറ്റ്, എവിടെ സാധനം അവിടെ? യെസ്, സിഗ്മ അറ്റ് ദീസ് ലെവൽ അല്ല, സിഗ്മ എത്രയായിരുന്നു? ആദ്യം 0 ആയിരുന്നു, പിന്നെ എത്രയായി? പിന്നെ എത്രയായത്? 48 ആയി. പിന്നെ എത്രയായി? പിന്നെ 118 ആയി. പിന്നെ അതായത് എത്രയാണ് കൂടിയത്? യെസ്, 70 കൂടി അല്ലേ? പിന്നെ എത്ര കൂടി? 17, 19 കൂടി. ക്ലിയർ അല്ലേ? സോ യു ക്യാൻ ഡ്രോ ഇറ്റ് വെരി സിംപിളി, വെരി സിമ്പിളാണ്. സോ ഇവിടെ എത്രയാണ് വാല്യൂ? യെസ്, അറ്റ് ദീസ് ലെവൽ 1 1 വാല്യൂ എത്രയാണ്? 0 ആണ്. പിന്നെ എത്രയിലേക്ക് കൂടി? യെസ്, ദിസ് മച്ച് വാല്യൂ എത്രയായി? ദിസ് ബിക്കംസ് 48. അത് താഴോട്ടേക്ക് ഉണ്ടാവും. സോ ദിസ് മച്ച് അഗെയിൻ എത്രയാണ്? 48 ആണ്. പക്ഷേ ഇവിടുന്ന് എത്ര കൂടി? ഇവിടുന്ന് എത്ര ഇൻക്രീസ് ചെയ്തു? ദിസ് മച്ച് ഇൻക്രീസ്, അതായത് 70 ഇൻക്രീസ് ചെയ്തു അല്ലേ? 70 ഇൻക്രീസ് ചെയ്തു. അപ്പോഴാണ് ഇവിടെ 48 + 70 മൊത്തമായത്. ആൻഡ് ഇത്രയും ഭാഗം താഴോട്ടും ഉണ്ടാവും. ഓക്കെ അല്ലേ? സോ ദിസ് വിൽ ബി എത്രയായിരിക്കും? 118 ആയിരിക്കും. ആൻഡ് ഇവിടുന്ന് എത്രയാണ് കൂടിയത്? ഇവിടുന്ന് 90 കൂടി അല്ലേ? ഇവിടുന്ന് 90 കൂടി. സോ അങ്ങനെയാണ് മൊത്തത്തിൽ എത്രയായത്? 218 ആയത്. സോ എല്ലാ വാല്യൂയും കാണിക്കണം. ഓക്കെ, സെപ്പറേറ്റ് ആയിട്ട് കാണിക്കുകയല്ല. 48 70 കൂടി, ദെൻ 118 90 കൂടി. ക്ലിയർ അല്ലേ? യു ക്യാൻ സീ ദാറ്റ് ഹിയർ ഓൾസോ. വെയിറ്റ് നോക്കിയേ, എത്രയായിരുന്നു ആദ്യം? 0 ആയിരുന്നു, പിന്നെ 48 ആയി. 48 70 കൂടി അല്ലേ? യെസ്, 48 70 കൂടി. പിന്നെ എത്രയാണ്? 48 70 പിന്നെ എത്ര കൂടി? 90 കൂടി. അങ്ങനെയാണ് 208 ആയത്. ക്ലിയർ അല്ലേ? യെസ്, സിമിലർലി യു ക്യാൻ സീ പോർ വാട്ടർ പ്രഷർ ഓൾസോ. എവിടെയൊക്കെ അല്ല പോർ വാട്ടർ? ലെവൽ 1ൽ എന്തില്ല? പോർ വാട്ടർ ഇല്ല. ലെവൽ 2ൽ എന്തില്ല? പോർ വാട്ടർ ഇല്ല. ലെവൽ 3ൽ എത്രയാണ് പോർ വാട്ടർ? 34.33 ആണ്. ദെൻ ലെവൽ 4ൽ എത്ര കൂടി? 34.33 പ്ലസ് എത്ര കൂടി? 49.05 കൂടി. ക്ലിയർ അല്ലേ? സോ നമുക്ക് വരയ്ക്കാം അത്. യെസ്, എവിടെ വരയ്ക്കുക? ഇതാ ഇവിടെ വരയ്ക്കുക. സോ ലെറ്റ്സ് ഡ്രോ ദ പോർ വാട്ടർ പ്രഷർ ഹിയർ. നമുക്ക് ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ വീണ്ടും. യെസ്, അറ്റ് ദി സെയിം ലെവൽ വി ആർ ഡ്രോയിങ് ദ. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഉണ്ടാവുക, വെർട്ടിക്കൽ ലൈൻ ഉണ്ടാവുക. യെസ്, വേറൊരു കളർ എടുക്കാം. ഇവിടെ 0 ആണ് പോർ വാട്ടർ പ്രഷർ അല്ലെ? ദിസ് ഈസ് ദ വേരിയേഷൻ ഓഫ് സിഗ്മ. നൗ വി ആർ ഡ്രോയിങ് ദ വേരിയേഷൻ ഓഫ് യു. ഇവിടെ 0 ആണ്, ഇവിടെയും 0 ആണ്. പക്ഷേ മൂന്നാമത്തെ ലെവൽ ഉണ്ട്. എത്രയാണത്? യെസ്, ദിസ് മച്ച് ഈസ് 34.33. അത് താഴെ വരെ ഉണ്ടാവും, അതിൻ്റെ എഫക്റ്റ് താഴെ വരെ കാണും. സോ ഇത് എത്രയാണ്? ദിസ് ഇസ് അഗെയിൻ 34.33 ആണ്. ഇതിൽ നിന്ന് എത്ര കൂടുന്നുണ്ട്? ഇതിൽ നിന്ന് എത്രയാണോ കൂടുന്നത്? യെസ്, ഹൗ മച്ച് ഈസ് ഇൻക്രീസിങ്? 34.33 നിന്ന് 49.05 ഇൻക്രീസ് ചെയ്തു. സോ എത്ര ഇൻക്രീസ് ചെയ്യുന്നത്? വെയിറ്റ്, എവിടെ പോയി? യെസ്, സോ ഇവിടുന്ന് എത്ര ഇൻക്രീസ് ചെയ്തു? ഇത്രയും വാല്യൂ, ദാറ്റ് ഈസ് 49.05 ഇൻക്രീസ് ചെയ്തു. ഇതാണ് നമ്മുടെ ഏത്? യെസ്, പ്രഷർ വേരിയേഷൻ. ക്ലിയർ? പോർ വാട്ടർ പ്രഷർ വേരിയേഷൻ. ആൻഡ് ഫൈനലി നിങ്ങൾ എന്തുകൂടി ഡ്രോ ചെയ്യണം? എല്ലാ സ്ട്രെസ്സിൻ്റെയും വേരിയേഷൻ കാണിക്കണം, എല്ലാ സ്ട്രെസ് വേരിയേഷനും കാണിക്കണം. ക്ലിയർ അല്ലേ? യെസ്, ദെൻ ഫൈനലി നമ്മൾ സിഗ്മ ഡാഷ് കണ്ടുപിടിക്കും, വിച്ച് ഈക്വൽ എന്താണ്? സിഗ്മ മൈനസ് യു ആണ്. വിച്ച് ഈക്വൽ എന്താണ്? സിഗ്മ മൈനസ് യു ആണ്. സോ യു ക്യാൻ സീ ദ വാല്യൂസ് ഹിയർ. യെസ്, വെയിറ്റ്, വാല്യൂസ് എന്തൊക്കെയാണ്? വാല്യൂസ് പറയൂ. നോക്കിയേ, അറ്റ് ദ ലെവൽ 1 എത്രയാണ്? 0 ആണ്. അറ്റ് ദ ലെവൽ 2ലേക്ക് 48 ആയി. പിന്നെ എത്ര കൂടി? 118 ആയി. സോറി, എത്രയായി? 83 ആയി. ക്ലിയർ? പിന്നെ എത്ര കൂടി? ദെൻ ഫൈനലി എത്രയാണോ? ദെൻ ഫൈനലി ഇറ്റ് ഈസ് 124.62 ആയി. ക്ലിയർ? സോ യു ക്യാൻ ഡ്രോ ദാറ്റ് ഹിയർ. യെസ്, എത്രയാണ്? യെസ്, ലെറ്റ് മീ ഡ്രോ ദാറ്റ് ഹിയർ. എത്രയായിരുന്നു ഫസ്റ്റ് സിഗ്മ ഡാഷ്? എത്രയായിരുന്നു? 0 ആയിരുന്നു. ഓക്കെ, സോ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഇത് 0 ആയിരുന്നു, പിന്നെ ഇത് എത്രയായി? ദെൻ ഇറ്റ് ബിക്കെയിംസ് 48. യെസ്, ദെൻ അത്ര തന്നെ ഇവിടെയും വരും അല്ലേ? ഇവിടെ എത്ര വരും? 48 വരും. യെസ്, പ്ലസ് എത്രയാണ് അവിടെ? മൊത്തം വാല്യൂ എഴുതാൻ. ഓക്കെ, നിങ്ങൾ ഓരോ വാല്യൂസും ഞാൻ എഴുതുന്നില്ല, നിങ്ങൾ മൊത്തത്തിൽ എഴുതുക. സോ ദിസ് മച്ച് വാല്യൂ, ദിസ് മച്ച് എൻറ്റയർ വാല്യൂ എത്രയാണ് വരുന്നത്? ലെവൽ 3 പറയൂ. ലെവൽ 3 ഇഫ് യു ലുക്ക് അറ്റ് ദ വാല്യൂ, യെസ്, ലെവൽ 3 എത്രയാണ്? യെസ്, എത്രയാണ് വരുന്നത്? 83.66 ആണ് അല്ലേ? സോ ദിസ് ഈസ് 83. ഇതാണ് പ്രശ്നം. വെയിറ്റ്, ദിസ് ഈസ് 83.66 എന്ന് വരും. അത് താഴെ വരെ ഉണ്ടാവും, പക്ഷേ അതിൽ നിന്ന് കുറച്ചുകൂടി കൂടും. ഓക്കെ, സോ മൊത്തം ഡിസ്റ്റൻസ് എത്രയാണ് വരുന്നത്? ഓക്കെ, നിങ്ങൾക്ക് അത് ഡിഡക്ട് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ഡിഡക്ട് ചെയ്യാൻ പറ്റും എത്രയാണ് വരുന്നുള്ളത്. സോ ടെൽ മീ വാട്ട് ഇസ് എ വാല്യൂ at level 4 this is 124.62 ആണ്. So this will be, this entire value is
124.66 ആണ്. ക്ലിയർ അല്ലേ? സോ ഇതാണ് നമ്മുടെ മൊത്തത്തിലുള്ള ക്വസ്റ്റ്യൻ്റെ അവസാനം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് അവസാനിക്കേണ്ടത്. യു ഷുഡ് ബി ഡ്രോയിങ് ദ സോയിൽ പ്രൊഫൈൽ. അതിന് നേരെ സിഗ്മയുടെയും യുടെയും സിഗ്മ ഡാഷിൻ്റെയും എന്ത് വരയ്ക്കണം നിങ്ങൾ? യു ഹാവ് ടു ഡ്രോ ദ സ്ട്രെസ് വേരിയേഷൻ ഡയഗ്രാം. ക്ലിയർ? യെസ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് മാർക്ക് ചെയ്യാം, നല്ലതായിരിക്കും. ഓക്കെ, സോ 48 നിന്ന് 83.66 എത്ര കൂടി എന്നും കൂടി എഴുതാം. 83.6 നിന്ന് 124 എത്രയും കൂടി എന്നും കൂടി കാൽക്കുലേറ്റ് ചെയ്ത് എഴുതാം. ക്ലിയർ അല്ലേ? യെസ്, ദാറ്റ് ഈസ് എൻഡ് ഓഫ് ക്വസ്റ്റ്യൻ നമ്പർ 1 ഓഫ് പാർട്ട് ബി. മൊഡ്യൂൾ 3ലെ 14 മാർക്കിൻ്റെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അത്യാവശ്യം ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ അല്ലേ? യെസ്, നൗ ലെറ്റ്സ് മൂവ് ടു ദ അടുത്ത ഓപ്ഷനിലേക്ക് കിടക്കാം. 15ഉം 16 ഉണ്ടാവും അല്ലേ? 16 നോക്കിയേ, മൊഡ്യൂൾ 16നും എയും ബിയും ഉണ്ട്. 5 മാർക്കിൻ്റെ 9 മാർക്കിൻ്റെയാണ്. ഇത് കമ്പാരിറ്റീവ്ലി സിമ്പിൾ ആണ്. ഡിറ്റർമൈൻ ദ വെർട്ടിക്കൽ സ്ട്രെസ് ആണ്. ഇന്റൻസിറ്റി അറ്റ് 0.4 മീറ്റർ ബിലോ ദ ഗ്രൗണ്ട് ലെവൽ ആൻഡ് 1.5 മീറ്റർ അവേ ഫ്രം ദ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് എ വെർട്ടിക്കൽ പോയിന്റ് ലോഡ് ഓഫ് 250 kN ആക്ടിംഗ് ഓൺ ദ ഗ്രൗണ്ട് സർഫസ് ബൈ ബോസിനസ് ഇക്വേഷൻ ആണ്. സിമ്പിൾ ആണ്, ഡയറക്റ്റ് ആണ്. നിങ്ങൾ ഓപ്ഷൻ ചെയ്യുകയാണെങ്കിൽ ഇത് ചെയ്യുന്നതായിരിക്കും നന്നാവുക. കുറച്ച് ചെയ്യാനേ ഉള്ളൂ. ഓക്കെ, സോ എ പാർട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്? ബോസിനസ് ഇക്വേഷൻ ആണ്. ഓക്കെ, ബോസിനസ് ഇക്വേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. യെസ്, ബോസിനസ്. യെസ്, വാട്ട് ഈസ് സ്പെല്ലിംഗ് ഓഫ് ബോസിനസ്? BOU, ബോസിനസ് അല്ലേ? ഇസ്ന്റ് ഇറ്റ്? യെസ്, ദർ ഈസ് എ യു. ബോസിനസ് ഇക്വേഷൻ പറയടോ. ബോസിനസ് ഇക്വേഷൻ പറഞ്ഞാൽ എല്ലാവരും ആദ്യം യെസ്, Q is equal to അല്ല സിഗ്മ z അല്ലേ? This formula is used to find out the stress at any depth z ആണ്. സിഗ്മ z is equal to KB into Q by z square ആണ്. Q by z square ആണ് മൂപ്പരുടെ ഇക്വേഷൻ. ആൻഡ് KB is equal എന്താണ്? യെസ്, the constant, ബോസിനസ് കോൺസ്റ്റന്റ് ആണ്, which is given by 3/2 pi into 1/1 plus R by Z the square all raised to 5/2 ആണ് അല്ലേ? 5/2 ആണ്. ഇതാണ് ബോസിനസിൻ്റെ ഇക്വേഷൻ എഴുതണേ, ഒരു രക്ഷയുമില്ല. എല്ലാവരും ഇക്വേഷൻ എഴുതണം. യെസ്, ഇക്വേഷൻസിന് മാർക്ക് ഉണ്ട്. ഓക്കെ, ലെറ്റ് മീ ചെക്ക്. യെസ്, ഇക്വേഷൻസ് മാർക്ക് ഉണ്ട്. യെസ്, 16 എ പാർട്ടാണ് അല്ലേ? Z is equal to 4 മീറ്റർ. യെസ്, ഇക്വേഷൻ എഴുതി. നിങ്ങൾ ആദ്യം ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 മാർക്ക് ഉണ്ട്. യെസ്, ഈ 2 ഇക്വേഷൻ എഴുതിയാൽ 2 മാർക്ക് ഉണ്ട്. എന്നിട്ട് ഗിവൺ ഡാറ്റ എഴുതുന്നതാണ്. അതായത് തന്നിരിക്കുന്ന ഡാറ്റ 4 മീറ്റർ എന്താണോ? 4 മീറ്റർ Z ആണ്, 1.5 മീറ്റർ R ആണ്, ആൻഡ് Q എത്രയാണ്? 250 kN എന്ന് എഴുതുന്നതിന് ഒരു മാർക്ക് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ക്ലിയർ അല്ലേ? യെസ്, സോ എന്തൊക്കെ എഴുതണം നിങ്ങൾ? യെസ്, ഗിവൺ എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ എഴുതുക? Z is equal to 4 മീറ്റർ എന്ന് എഴുതുക, R is equal to 1.5 മീറ്റർ എന്ന് എഴുതുക, ആൻഡ് Q is equal to എത്രയാണ്? 250 kN എന്ന് എഴുതുക. ഇത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മാർക്ക് ഉണ്ട്. ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 മാർക്കാണ്. മൊത്തത്തിൽ എത്രയാണ് ഈ മാർക്ക്? 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ? യെസ്, സോ 1 മാർക്കായി, 2 മാർക്കായി. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൻസർ കിട്ടിയാൽ 3 മാർക്കാണ്. ക്ലിയർ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൻസർ കിട്ടി കഴിഞ്ഞാൽ 2 മാർക്ക് കൂടി കിട്ടും. അപ്പോൾ എത്രയായി? മൊത്തം 5 മാർക്കായി. ക്ലിയർ? സോ സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ, ഫൈൻഡ് ദ ആൻസർ. സോ സിഗ്മ Z വിൽ ബി ഈക്വൽ ടു യെസ് KB ഇൻറ്റു അല്ലേ? ഇനി ഇക്വേഷൻ എന്നുണ്ടല്ലോ, ദിസ് ഈസ് 3/2 pi. KB എത്രയാണ്? 3/2 pi 1/1 പ്ലസ് R by Z the whole square. R by Z the whole square whole raised to 5/2 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ. എവിടെ സാധനം? എവിടെ? യെസ്, ഇതാണ് പ്രശ്നം. വന്നു. യെസ്, 3/2 pi ഒരു മാറ്റവും ഇല്ല, അങ്ങനെ തന്നെ ഉണ്ടാവും. ഇൻറ്റു 1/1 പ്ലസ് R എത്രയാണ്? പറയൂ. 1.5 ആണ്. ഡിവൈഡ് ബൈ Z എത്രയാണ്? 4 ആണ്. അതിന് മാത്രമേ എന്തുള്ളൂ? സ്ക്വയർ ഉള്ളൂ. പിന്നെ ഓൾ റേസ്റ്റ് എന്തുണ്ട്? 5/2 ഉണ്ട്. ക്ലിയർ അല്ലേ? സോ ഇതെന്തായി? KB ആയി. ഇൻറ്റു Q എത്രയാണ്? Q ഈസ് 250 ഡിവൈഡ് ബൈ Z സ്ക്വയർ ആണ്, ദാറ്റ് ഈസ് 4 സ്ക്വയർ. Z സ്ക്വയർ ആണ്, ദാറ്റ് ഈസ് 4 സ്ക്വയർ ആണ്. സോ ഇഫ് യു കാൽക്കുലേറ്റ് ദിസ്, ബാക്കി നിങ്ങളുടെ കാൽക്കുലേഷൻ ആണ്. ഓക്കെ, അത് നിങ്ങളുടെ മികവാണ്. യു ഡു ദാറ്റ് ബൈ യുവർ സെൽഫ്. ദാറ്റ് ഈസ് 5.372 യൂണിറ്റ് പറഞ്ഞേ സ്ട്രെസ് ആണ്, kN/m² എന്ന് കിട്ടും. ഓക്കെ, യു വിൽ ഗെറ്റ് ദ ആൻസർ 5.372 kN/m² എന്ന് കിട്ടും. യൂണിറ്റ് എഴുതണേ. യെസ്, ഇത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 മാർക്ക് കൂടി കിട്ടും. യെസ്, ഇഫ് യു ഡു ദിസ് യു വിൽ ഗെറ്റ് 2 more മാർക്സ്. അങ്ങനെയാണ് നമുക്ക് മൊത്തത്തിൽ 5 മാർക്ക് എന്ന് പറയപ്പെടുന്നത്. ക്ലിയർ? യെസ്, ഇനി 16ാമത്തെ ക്വസ്റ്റ്യൻ്റെ രണ്ടാമത്തെ പോർഷനിലേക്ക് കടക്കാം. അതും കമ്പാരിറ്റീവ്ലി സിമ്പിളാണ്, പക്ഷേ 9 മാർക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, യെസ്, നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണ് അതിൻ്റെ പരിപാടി. യെസ്, അതിന് തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്തെഴുതാൻ 1 മാർക്ക്, ഇക്വേഷൻ എഴുതിയാൽ 2 മാർക്ക്, സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് യെസ് ഇന്നർ ഔട്ടറും കാണിച്ചു കഴിഞ്ഞാൽ യെസ് ഈച്ച് 2 മാർക്കാണ്. ദെൻ ഫൈനലി ആൻസറിന് 2 മാർക്ക്. ക്ലിയർ അല്ലേ? സോ നമുക്ക് പറയാം. സോ എ വാട്ടർ ടാങ്ക് ഈസ് സപ്പോർട്ടഡ് ഓൺ എ സർക്കുലർ റിംഗ് ആണ്. സർക്കുലർ റിംഗ് ടൈപ്പ് ഫൗണ്ടേഷൻ. ദ റിംഗ് ഈസ് ഓഫ്
1.5 meter width ആണ്. And the external diameter is എത്രയാണ്? Yes, 4 meter ആണ്. External diameter ആണ് തന്നിരിക്കുന്നത്. Compute the vertical stress at 1.5 meter depth beneath the center of the foundation if pressure on the foundation is 150 kilopascal ആണ്. എന്താണ് 150 kilopascal എന്ന് പറഞ്ഞാൽ? 150 kilopascal എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ അല്ലേ? യെസ്, ദാറ്റ് ഈസ് 150 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ക്ലിയർ? യെസ്. സോ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന ഡാറ്റ എടുത്ത് എഴുതുക. ഓക്കെ, തന്നിരിക്കുന്ന ഡാറ്റ എടുത്ത് എഴുതുക. യെസ്. സോ ബി പാർട്ടാണ്, എക്സ്റ്റേണൽ ഡയമീറ്റർ ആണ് തന്നിരിക്കുന്നത്. എക്സ്റ്റേണൽ ഡയമീറ്റർ. ഓക്കെ, സോ ഗിവൺ എന്താണ്? ഇതിന് മാർക്കുണ്ട്. ഗിവൺ എക്സ്റ്റേണൽ ഡയമീറ്റർ ഈസ് ഈക്വൽ ടു 8 മീറ്റർ ആണ്. അതുകൊണ്ട് എക്സ്റ്റേണൽ റേഡിയസ്, യെസ്, എക്സ്റ്റേണൽ റേഡിയസ് ആർ ഇ എന്ന് കൊടുക്കാം അല്ലേ? എക്സ്റ്റേണൽ റേഡിയസ് അല്ലെങ്കിൽ ഔട്ടർ റേഡിയസ്. ഓക്കെ, യു ക്യാൻ, യെസ്, ഇതിൻ്റെ പേരൊന്ന് മാറ്റി, നമുക്ക് എക്സ്റ്റേണൽ മാറ്റി നമുക്ക് ഔട്ടർ റേഡിയസ് നാക്കാം, ഔട്ടർ നാക്കാം. അപ്പോൾ ഒരു രസമാണ്. ഔട്ടർ ഡയമീറ്റർ എത്രയാണ്? 8 മീറ്റർ. അതുകൊണ്ട് റേഡിയസ് ഔട്ടർ വിൽ ബി ഈസ് ഈക്വൽ ടു എത്രയായിരിക്കും? 4 മീറ്റർ ആയിരിക്കും. ക്ലിയർ? സോ ദാറ്റ് ഈസ് എ ഫസ്റ്റ് ഡാറ്റ. ആൻഡ് തിക്നെസ് തന്നിട്ടുണ്ട്. തിക്നെസ് ഈസ് ഈക്വൽ ടു എത്രയാണ്? യെസ്, 1.5 മീറ്റർ ആണ്. അതുകൊണ്ട് റേഡിയസ്, ഇന്റേണൽ റേഡിയസ് അല്ലേ, വേണമെങ്കിൽ എഴുതാം. ദാറ്റ് ഈസ് ദ ഇന്റേണൽ റേഡിയസ്. ഇന്റേണൽ റേഡിയസ് ഈസ് ഈക്വൽ ടു ആർ ഐ വിൽ ബി ഈസ് ഈക്വൽ എന്തായിരിക്കും? 4 മൈനസ് എത്ര ചെയ്യണം? 1.5. സോ ദാറ്റ് വിൽ ബി ഈസ് ഈക്വൽ ടു 2.5 മീറ്റർ എന്ന് കിട്ടും. എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നോക്കിയേ, നമ്മൾ സർക്കുലർ റിംഗ് ഫൗണ്ടേഷൻ ആണ് അല്ലേ? നിങ്ങൾക്കറിയാം, ഇത് ചെയ്തിട്ടുണ്ടാവും, നമ്മൾ ക്ലാസ്സിൽ പറയുന്നതാണ്. ഇതാണ് നമ്മുടെ സർക്കിൾ, പക്ഷേ സർക്കുലർ റിംഗ് ആണിത്. ഓക്കെ അല്ലേ? സോ യു ക്യാൻ സി ഫ്രം ദ ടോപ്പ് വ്യൂ ഒരു റിംഗ് പോലെ ഷേപ്പ് അല്ലേ കാണുന്നത്? റിംഗ് പോലെയുള്ള ഷേപ്പ് അല്ലേ കാണുന്നത്? ഓക്കെ, സോ ഇത്രയും പോർഷൻ എന്താണ്? നമ്മുടെ ഫൗണ്ടേഷൻ ആണ്. ഇതിൻ്റെ മുകളിലാണ് നമ്മൾ എന്ത് ടാങ്ക് റെസ്റ്റ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ആൻഡ് തന്നിരിക്കുന്നത് എന്താണ്? യെസ്, ഈ പറയുന്ന വിഡ്ത്ത് ഫിഗർ വരച്ചാൽ നല്ലതായിരിക്കും. ഓക്കെ, ഈ പറയുന്ന ഇത്രയും വിഡ്ത്ത് എത്രയാണ്? 1.5 മീറ്റർ ആണ്. ആൻഡ് ഈ സെൻറ്ററിന്ന് അല്ലേ, ഇതിൻ്റെ മൊത്തം എക്സ്റ്റേണൽ ഡയമീറ്റർ, ഈ പറയുന്ന മൊത്തം എക്സ്റ്റേണൽ ഡയമീറ്റർ എത്രയാണ്? 8 മീറ്റർ ആണ്. 8 മീറ്റർ ആണ്. നമുക്ക് എന്തൊക്കെ വേണം? നമുക്ക് ഡയമീറ്റർ അല്ല വേണ്ടത്, നമുക്ക് റേഡിയസ് ആണ് വേണ്ടത്. സോ സെൻറ്ററിന്ന് പുറത്തേക്കുള്ള റേഡിയസ്. ഓക്കെ, സെൻറ്ററിന്ന്, യെസ്, എക്സ്റ്റേണലി റേഡിയസ്, യെസ്, സെൻറ്ററിന്ന് എക്സ്റ്റേണൽ റേഡിയസ് എത്രയാണ്? ദിസ് മച്ച് റേഡിയസ് എത്രയായിരിക്കും? 4 മീറ്റർ ആയിരിക്കും. അതേപോലെ ഇൻറ്റേർണൽ റേഡിയസ് എത്രയായിരിക്കും? ഇത്രയും ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു 2.5 മീറ്റർ ആണ്. എന്ത് കുറച്ചാൽ മതി? 4 മീറ്ററിന് 1.5 കുറച്ചാൽ പോരെ? 4 മീറ്ററിന് 1.5 കുറച്ചാൽ മതി. ക്ലിയർ അല്ലേ? ഒബ്വിയസ് ആണ്. 4 മീറ്ററിന് തിക്നെസ് കുറച്ചാൽ എന്ത് കിട്ടി? ഇൻറ്റേർണൽ റേഡിയസ് കിട്ടും. ക്ലിയർ? ഈ ഫിഗറും കൂടി വരച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. സോ ദാറ്റ്സ് ഹൗ വി ആർ ഗെറ്റിംഗ് എക്സ്റ്റേണൽ ഡയമീറ്റർ, സോറി, എക്സ്റ്റേണൽ റേഡിയസ് ആൻഡ് ഇൻറ്റേർണൽ റേഡിയസ്. പിന്നെ എന്തുകൂടി തന്നിട്ടുണ്ട്? Q is given. അതായത് യെസ്, ദ സ്ട്രെസ് ആക്ടിങ് ഈസ് എത്രയാണ് പറഞ്ഞത്? വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് Q? 150 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ, കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. വെയിറ്റ്, കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറും കൂടി തന്നിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ഇത്രയും ഡാറ്റ ഗിവൺ ആണ്. ഇത്രയും ഡാറ്റ തന്നിട്ടുണ്ട്. ആ ഡാറ്റയിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നു. ഇഫ് യു ഡു ദീസ് യു വിൽ ഗെറ്റ് 1 മാർക്ക്. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കാണിച്ചാൽ നിങ്ങൾക്ക് ഒരു മാർക്കുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഇക്വേഷൻ ഏത്? 2 മാർക്കാണ്. ഏത് ഇക്വേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? വാട്ട് ഇസ് ഇക്വേഷൻ വി ആർ ഗോയിങ് ടു യൂസ്? യെസ്, ടെൽ മീ, വാട്ട് ഈസ് ദ ഇക്വേഷൻ ദാറ്റ് യു ഗോയിങ് ടു യൂസ്? പറയൂ അല്ലേ? സർക്കുലർ റിങ്ങിൻ്റെ നമുക്കറിയില്ലേ, സർക്കുലർ ഡിസ്ട്രിബ്യൂഷൻ നമുക്കറിയില്ലേ? നിങ്ങൾക്കറിയാം. നോക്കിയ സംഭവം എന്താണ്? നോക്കിയേ, ഇഫ് യു ആർ ഹാവിങ്, നമുക്ക് പോയിന്റ് ലോഡ് ആണെങ്കിൽ മാത്രമേ എന്ത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ? അല്ല, ഇങ്ങനെ കാണിക്കണ്ടല്ലേ, 3 ഡയമെൻഷനിൽ കാണിക്കാൻ ശ്രമിക്കാം. ഓക്കെ, സോ ഇഫ് യു ലുക്ക് അറ്റ് ദിസ്, ഓക്കെ, സോ സർക്കുലർ വേരിയേഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സർക്കുലർ ഷേപ്പിലാണ് ഇപ്പോൾ ലോഡ് ആക്ട് ചെയ്യുന്നത്. യെസ്, സർക്കുലർ ഷേപ്പിലാണ് ലോഡ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത് മതി. ഇതാ സർക്കുലർ ഷേപ്പാണ്. ആൻഡ് ഇറ്റ് ഈസ് ഹാവിങ് എ റേഡിയസ് ഓഫ്, നമുക്ക് എത്ര പറയാം? ഇറ്റ് ഈസ് ഹാവിങ് എ റേഡിയസ് ഓഫ് R ആണ്. ആൻഡ് ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് നമ്മളൊരു എത്രയാണ്? Z ഡെപ്തിലാണ് കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ അല്ലേ? സോ യു വാണ്ട് ടു ഫൈൻഡ് ഔട്ട് ദ സ്ട്രെസ് അറ്റ് ദിസ് ലെവൽ. സോ സിഗ്മ Z ഈസ് ഈക്വൽ എന്തായിരുന്നു? ആൻഡ് ലെറ്റ്സ് സേ ഇതിൻ്റെ മുകളിൽ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ആയിട്ടുള്ള Q എന്ന് പറയുന്ന Q കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് പറയുന്ന, യെസ്, യൂണിഫോം ആയിട്ട് ഈ സർക്കിളിൻ്റെ മുകളിൽ, അല്ലെ, ടോപ്പ് വ്യൂ ആണ് കാണിച്ചിരിക്കുന്നത്, സൈഡ് വ്യൂ എന്നാണ് കാണുന്നത്. സർക്കുലർ ഡിസ്ട്രിബ്യൂഷൻ ആണ് ലോഡ്. R എന്ന് പറയുന്ന, യെസ്, റേഡിയസിൽ, Z എന്ന് പറയുന്ന ഡെപ്തിലാണ് കണ്ടുപിടിക്കേണ്ടത്. സോ യു ടെൽ മീ വാട്ട് ഇസ് ഇക്വേഷൻ? ഇറ്റ് വാസ് I ഇൻറ്റു Q ആയിരുന്നു അല്ലേ? I ഇൻറ്റു Q ആണ്. വേർ I എന്ന് പറഞ്ഞാൽ എന്താണ്? Q നമുക്കറിയാം, ലോഡാണ്. I ഈസ് ദ ഇൻഫ്ലുവൻസ് ഫാക്ടർ ആണ്. പറയൂ, ഐൻ്റെ ഇക്വേഷൻ പറഞ്ഞേ. വേർ I ഈസ് ഗിവൺ ബൈ, പറയൂ, 1 - 1 ബൈ, ഇറ്റ് ഈസ് 1 - 1 ബൈ 1 പ്ലസ്
ആർ ബൈ ഇസെഡ് ഇതിന് മാത്രമേ സ്ക്വയർ ഉള്ളൂ. ദിസ് ഹോൾ തിങ് റേസ് ടു ഇത് മാത്രം മൈനസിന് ശേഷമുള്ള സാധനം റേസ് ടു എത്രയാണ്? 3/2. ക്ലിയർ? മൈനസിന് ശേഷമുള്ള സാധനത്തിന് മാത്രമേ ഉള്ളൂ 3/2 ഉള്ളൂ. ക്ലിയർ അല്ലേ? സോ ദിസ് ഇസ് ഹൗ യുവർ ഐ ഈസ്. സോ ഐ എന്ന് പറയുമ്പോൾ ആർ എന്ന് പറയുന്ന റേഡിയസിലുള്ള ഇൻഫ്ലുവൻസ് ഫാക്ടറാണ് പറയുന്നത്. ക്ലിയർ അല്ലേ? ആർ എന്ന് പറയുന്ന റേഡിയസിലെ ഇൻഫ്ലുവൻസ് ഫാക്ടറാണ്. സോ ഇതാണ് നമ്മുടെ തിയറി. സിഗ്മ ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു ക്യൂ. ഐ ഈസ് എ ഇൻഫ്ലുവൻസ് ഫാക്ടർ. ദാറ്റ് ഈസ് ഐ ഈസ് ഈക്വൽ ടു 1 - 1 by 1 plus r by z square raised to ഇതിന് മാത്രമേ ഉള്ളൂ. നോക്കിയാൽ ഈ ബ്രാക്കറ്റിന് മാത്രമേ raised to 3/2 ഉള്ളൂ. ശ്രദ്ധിക്കുക. ഇനി ഇതെങ്ങനെ കണ്ടുപിടിക്കാം നമ്മൾ? അങ്ങനെയാണെങ്കിൽ ഇവിടെ എങ്ങനെ കണ്ടുപിടിക്കുക? നോക്കിയേ, ഇവിടെ ഇപ്പോൾ ലോഡ് എങ്ങനെ മാത്രമേ ഉള്ളൂ? ഇവിടെ ഇപ്പോൾ ലോഡ് ഈ റെഡ് ഷെയ്ഡഡ് പോർഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ബുദ്ധിമുട്ടാണോ? ഇല്ല. നോക്കിയാൽ ഫുൾ ഷെയ്ഡഡ് പോർഷൻ ആണെങ്കിൽ ഇതാണ് ഇക്വേഷൻ. സോ നമ്മൾ എന്ത് ചെയ്താൽ മതി? യെസ്, നോക്കിയാൽ ഇതാണ് നമ്മളെ ഫുൾ സർക്കിൾ. ഓക്കെ, നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് ഇതാ നിങ്ങൾ ഈ പറയുന്ന വലിയ റേഡിയസിൻ്റെ എഫക്റ്റ് കണ്ടുപിടിക്കുക. എന്നിട്ട് അതിൽ നിന്ന് എന്ത് കുറയ്ക്കുക? യെസ്, മറ്റൊരു സർക്കിൾ അസ്യൂം ചെയ്യുക. അതിൻ്റെ ലെറ്റ്സ് എത്രയാണ്? റെഡ് ആണ്. യെസ്, ഈ എഫക്റ്റ് കുറച്ചാൽ പോരെ? മൊത്തം വലിയൊരു സർക്കിളിൽ നിന്ന് ഈ ഇന്നർ സർക്കിൾ കുറയ്ക്കുക അല്ലേ? വലിയ സർക്കിളിൻ്റെ ഡിസ്ട്രിബ്യൂഷനിൽ നിന്നും ചെറിയ സർക്കിളിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? യെസ്, ഇത്രയും പോർഷൻ, ഇത്രയും ബ്ലൂ ഏരിയയുടെ ഇത്രയും സെക്ഷൻ്റെ എന്ത് കിട്ടും നിങ്ങൾക്ക്? യെസ്, നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങൾക്ക് വാല്യൂ കിട്ടും. അതാണ് നമുക്ക് കിട്ടേണ്ടത് അല്ലേ? സോ നോക്കിയേ, നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കണം? യെസ്, ഇക്വേഷൻ നമ്മൾ എഴുതി വെച്ചു. ദാറ്റ് ഈസ് സിഗ്മ ഇസ് ഈക്വൽ എന്താണ്? ഐ ഇൻറ്റു ക്യൂ ആണ്. ഓക്കെ, ഐ ഇൻറ്റു ക്യൂ എന്ന് ഇക്വേഷൻ എഴുതണം. യെസ്, ഐ എന്താണ് നമ്മളിപ്പോൾ എഴുതി ഇവിടെ? ഐ ഈക്വൽ ഇതാണ്. ഈ ഇക്വേഷൻ എഴുതുന്ന 2 മാർക്കുണ്ട്. ഈ ഇക്വേഷൻ എഴുതുന്നതിന് 2 മാർക്ക് അവൈലബിൾ ആണ്. സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം നിങ്ങൾ എന്ത് കണ്ടുപിടിക്കണം? ഫസ്റ്റ് വൺ യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ഐ ഔട്ട്സൈഡ് ആണ്. ഐ ഔട്ട്സൈഡ്, ക്ലിയർ അല്ലേ? അതായത് ഇൻഫ്ലുവൻസ് ഫാക്ടർ ഓഫ് ദ ഔട്ട്സൈഡ് സർക്കിൾ അല്ലെങ്കിൽ എക്സ്റ്റേണൽ സർക്കിൾ ആണ്. സോ ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് ദാറ്റ് എത്ര വരിക? അത് ദാറ്റ് ഈസ് ഈക്വൽ 1 - 1 by 1 plus r by z the whole square. അതായത് ഇവിടെ r എന്നുള്ളത് എന്തായി മാറും? r എന്നുള്ളത് r0 ആയി മാറും അല്ലേ? അതാണ് ഒരേ ചേഞ്ച് വരുന്നത്. ദാറ്റ് ഈസ് ഓൺലി ചേഞ്ച് കമ്മിങ്. r0 ഡിവൈഡ് ബൈ z. ഇതിന് മാത്രമേ സ്ക്വയർ ഉള്ളൂ. യെസ്, ഇതിന് മാത്രമേ റേസ് ടു 3/2 ഉള്ളൂ. ക്ലിയർ? സോ ദിസ് ഈസ് ദ ഫസ്റ്റ് ഇൻഫ്ലുവൻസ് ഫാക്ടർ. സോ ഫൈൻഡ് ഔട്ട് ദാറ്റ്. സോ IO will be equal to എത്രയാണ്? 1 - 1 by 1 plus r എക്സ്റ്റേണൽ എത്രയാണോ അല്ലെങ്കിൽ ഔട്ട്സൈഡ് എത്രയാണ്? 4 ആണ്. ഡിവൈഡ് ബൈ z എത്രയാണ്? 1.5 ആണ്. യെസ്, സ്ക്വയർ ഇതിന് മാത്രമേ എന്തേ ഉള്ളൂ? റേസ് ടു 3/2 ഉള്ളൂ. സോ ഇഫ് യു ഡു ദിസ് യു വിൽ ഗെറ്റ് ദാറ്റ് I0 is equal to എത്ര കിട്ടുക നിങ്ങൾക്ക്? യെസ്, ഫൈൻഡ് ഔട്ട് I0. യു വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് I0 ആസ് 0.957 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? സോ ദാറ്റ് ഈസ് ദ I0. I0 മീൻസ് ഔട്ട്സൈഡ് റിങ്ങിൻ്റെ അല്ലേ? ഔട്ട്സൈഡ് സർക്കിളിൻ്റെ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഫുൾ സർക്കിളിനെ കണ്ടുപിടിക്കുക. അതിൽ നിന്ന് റെഡ് പോർഷൻ മൈനസ് ചെയ്യാം. സോ ഫുൾ ഗ്രീൻ പോർഷൻ്റെ ഇൻഫ്ലുവൻസ് കണ്ടുപിടിച്ചു. അതിൽ നിന്ന് റെഡ് പോർഷൻ്റെ ഇൻഫ്ലുവൻസ് കുറച്ചാൽ നമുക്ക് ബ്ലൂ പോർഷൻ കിട്ടും. അതാണ് നമുക്ക് വേണ്ടത്. ക്ലിയർ അല്ലേ? സോ ഇത് കണ്ടുപിടിക്കുന്നതിന് മറ്റൊരു മാർക്ക് ഉണ്ട്. സിമിലർലി ഐ ഇൻറ്റേർണൽ കണ്ടുപിടിക്കുമ്പോൾ ആദ്യം ഇക്വേഷൻ എഴുതണം. ദാറ്റ് ഈസ് 1 മൈനസ് എന്താ വരുന്നത്? 1 by 1 plus r internal divided by z. ഇതിന് മാത്രമേ സ്ക്വയർ ഉള്ളൂ. റേസ് ടു 3/2. ക്ലിയർ? സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ആൻഡ് ടെൽ മി ദ ആൻസർ. എന്താ വരിക? ദിസ് ഇസ് 1 - 1 by 1 plus r ഇന്റേണൽ എത്രയാണ്? 2.5. z എത്രയാണ്? 1.5. ഇതിന് മാത്രമേ സ്ക്വയർ ഉള്ളൂ. all raised to 3/2. ക്ലിയർ? സോ യു വിൽ ഗെറ്റ് I internal is equal to എത്ര കിട്ടുക? ടെൽ മി ദ വാല്യൂ. ഇറ്റ് ഈസ് 0.864 എന്ന് കിട്ടും. സോ നിങ്ങൾക്ക് എന്ത് കിട്ടി? ഇൻഫ്ലുവൻസ് ഫാക്ടർ കിട്ടി ഓഫ് ദ ഇന്റേണൽ സർക്കിൾ ഓഫ് ദ എക്സ്റ്റേണൽ സർക്കിൾ. സോ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കാം? ദ സിഗ്മ ഇസഡ് കണ്ടുപിടിക്കാം. സോ സിഗ്മ ഇസഡ് വിൽ ബി ഈക്വൽ ടു ഓഫ് ദ റിംഗ് ആണ്. ദാറ്റ് ഈസ് I ഔട്ട്സൈഡ് മൈനസ് I ഇൻസൈഡ് ഇൻറ്റു എന്ത് ചെയ്താൽ മതി? ക്യൂ ചെയ്താൽ മതി. ഓക്കെ, ഇപ്പോൾ ഭയങ്കര സിമ്പിളായി. സോ ദിസ് ഈസ് എത്രയാണ് വരിക? 0.957 മൈനസ് 0.864 ഇൻറ്റു എത്രയാണ്? ക്യൂ എത്രയാണ്? 150 ആണ്. 150 യൂണിറ്റ് എന്താണ്? കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. സോ ഇഫ് യു ഡു ദിസ് യു വിൽ ഗെറ്റ് സിഗ്മ ഇസഡ് ആസ് 13.93 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ക്ലിയർ അല്ലേ?
സോ ഈ ആൻസർ കൂടി ചെയ്യാം. സോ ഇവിടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് ഇവിടെ നോക്കിയേ, തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്തെഴുതാൻ 1 മാർക്കാണ്. അവിടുന്ന് നിങ്ങൾ ഇന്റേണൽ റേഡിയസും കണ്ടുപിടിക്കണം. അപ്പോൾ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടും. ഇക്വേഷൻ എഴുതിയാൽ 2 മാർക്ക് കിട്ടും. സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് ആൻസർ കിട്ടുമ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ കാണിക്കുക. സബ്സ്റ്റിറ്റ്യൂഷൻ കാണിക്കുമ്പോൾ എങ്ങനെ കാണിക്കണം? ഐ ഇന്റേണലും കാണിക്കണം, അതിന് 2 മാർക്കാണ്. ഐ എക്സ്റ്റേണലും കാണിക്കണം, അതിന് 2 മാർക്കാണ്. ദെൻ ഫൈനലി നമ്മുടെ ആൻസറിന് 2 മാർക്കാണ്. ക്ലിയർ അല്ലേ? അങ്ങനെയാണ് നമുക്ക് മൊത്തത്തിൽ 9 മാർക്ക് നമുക്ക് അവിടെ കിട്ടുന്നത്. ക്ലിയർ ആണോ? യെസ്. സോ ദാറ്റ് ഈസ് എൻഡ് ഓഫ് മൊഡ്യൂൾ 3. യെസ്, S4 സെമ്മിലെ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് KTU എക്സാമിൻ്റെ സൊല്യൂഷൻ പ്രോഗ്രാമാണ്. ഇതിൽ മൊഡ്യൂൾ 3ൻ്റെ സൊല്യൂഷനാണ് നമ്മൾ കണ്ടത്. ഇനി നമുക്ക് മൊഡ്യൂൾ 4ഉം മൊഡ്യൂൾ 5ഉം ഉണ്ട്. അടുത്ത സെഷനിൽ കാണാം. ടിൽ ദെൻ, താങ്ക് യു.